وما النصر إلا من عند الله العزيز الحكيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين. أما بعد، സൂറത്തു അത്തകാസുറിന്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തു അത്തകാസുർ. തകാസുർ എന്ന് പറഞ്ഞാൽ കസീർ, കസീർ എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കസീർ എന്ന് പറഞ്ഞാൽ കസീർ അധികം, ധാരാളം. തകാസറ എന്ന് പറഞ്ഞാൽ അധികമുണ്ടെന്ന് നടിക്കുക, അധികമുണ്ടെന്ന് അഭിനയിക്കുക. അത് തഫാഅല എന്ന വസ്നിൽ, തഫാഅല എന്ന മോഡലിൽ വന്നാലാണ് അങ്ങനെ അർത്ഥം കിട്ടുക. ഇപ്പൊ ഇതുപോലെ മരീള എന്ന് പറഞ്ഞാൽ, മരീൽ കേട്ടില്ല, മരീൽ രോഗി, മരീള പറഞ്ഞ രോഗിയായി. എന്നാൽ തമാറദ എന്ന് പറഞ്ഞാലോ രോഗമുണ്ടെന്ന് അഭിനയിക്കുക. ജഹീല അറിയാലോ, അറിവില്ലാത്ത ജഹീല, ജഹാലത്ത് എന്നൊക്കെ കേട്ടിട്ട്. തജാഹല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് അഭിനയിക്കുക. ഒരാളെ കണ്ടാൽ അയാൾ അറിയാത്ത പോലെ ഇങ്ങനെ പോകുന്നതിന് എന്തോരം തജാഹലഹു, അയാൾ അറിയില്ല എന്ന് നടിച്ചു എന്നതുപോലെയാണ് തകാസറ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടെന്ന് നടിക്കുക, അധികമുണ്ടെന്ന് കാണിക്കുക. ഇതിൽ മൂടിപ്പോയിരിക്കുന്നു, ഇതിലെല്ലാം മറന്നുപോയിരിക്കുന്നു മനുഷ്യൻ. അത്തകാസുർ എന്ന് പറഞ്ഞാൽ പെരുമ നടിക്കൽ, കൂടുതലുണ്ടെന്ന് നടിക്കൽ, കസീറായി ഉണ്ടെന്ന് കാണിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ സൂറത്തുകളിലൊന്നാണ്. വലിയൊരു, പിന്നീട് ഇസ്ലാമിലെത്തി ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ ചരിത്രം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അയാൾ മുമ്പ് ജൂതനായിരുന്നു. ഈ സൂറത്താണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി. മഹത്തായ ആശയം അടങ്ങുന്ന ഒരു സൂറത്താണിത്, സൂറത്തു അത്തകാസുർ. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പിറങ്ങിയ അഥവാ മക്കിയ ആയ സൂറത്താണ്. അൽഹാകുമുത് തകാസുർ. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരാക്കുക, അശ്രദ്ധരാക്കുക. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തകാസുറു എന്താണ് നിങ്ങളെ അശ്രദ്ധരാക്കിയത്? ഈ പെരുമ നടിക്കൽ, ഉണ്ടെന്ന്, അധികമുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കുക. ഇക്കാര്യം നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. ഹത്താ സുർതും, സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു, സിയാറ സന്ദർശനം. ഹത്താ സുർതും നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. അൽ മഖാബിറ, ഖബറിന്റെ ജംആണ് മഖാബിർ, ബഹുവചനമാണ് മഖാബിർ, ഖബറുകൾ. ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരേക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു സിയാറ എന്ന പദം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്? വലിയ അർത്ഥം ആ പ്രയോഗത്തിന്റെ പിന്നിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തഫ്സീർ പറയുമ്പോൾ പറയാം. അള്ളാഹു സുർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖബറുകൾ നിങ്ങൾ അവിടെ സായിറുകളായി, സന്ദർശകരായി നിങ്ങൾ ചെല്ലുന്നത് വരേക്കും. അവിടെ ചെല്ലുന്നത് സന്ദർശകരായിട്ടാണ്, മരിച്ചു ചെല്ലുന്നത്. അതുവരേക്കും എന്ന് പറഞ്ഞാൽ മരണം വരേക്കും നിങ്ങൾ ഈ അശ്രദ്ധയിലാണുള്ളത്. കല്ല സൗഫ തഅലമൂൻ. കല്ല അല്ല, സൗഫ തഅലമൂൻ,
സൗഫ ഭാവിയിൽ താമസിയാതെ, തഅലമൂൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സൗഫ എന്ന് പറഞ്ഞാൽ തൊട്ട അടുത്ത് തന്നെ. ഇപ്പോ യഅലമു എന്ന് പറഞ്ഞാൽ അതിന് അറിയുന്നു എന്നും അർത്ഥം പറയാം, അറിയും എന്നും അർത്ഥം പറയാം. പക്ഷേ അതിന് സ ചേർത്താൽ പിന്നെ ഭാവിയിൽ മാത്രം ആയി, വർത്തമാനകാലത്തേക്ക് പറയൂല. സയഅലമു എന്ന് പറഞ്ഞാലോ അറിയും എന്നേ പിന്നെ അതിനർത്ഥമുള്ളൂ, അറിയുന്നു എന്നർത്ഥം കിട്ടൂല. അറിയും ഭാവിയിലേക്കായി, വർത്തമാനകാലത്തേക്കാണ് സ അല്ലെങ്കിൽ അർത്ഥം വരിക. സ കൂട്ടിയാൽ പിന്നെ ഭാവിയിലേക്ക് മാത്രം ആയി. ആ സ പോലെയാണ് സൗഫ. മാത്രമല്ല ഭാഷയിൽ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് സ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി അടുത്താണ് എന്ത് സൗഫ, വളരെ അടുത്ത് തന്നെ. വഴിയെ നിങ്ങൾ അറിയും. കല്ലാ സൗഫ തഅലമൂൻ നിങ്ങൾ അറിയുക. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ വീണ്ടും, സുമ്മ പിന്നെയും, കല്ലാ സൗഫ തഅലമൂൻ അല്ല വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. എന്തിനാണ് അല്ലാഹു ആവർത്തിച്ചത്? മുഫസ്സിറുകൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തഫ്സീർ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ലാ അതല്ല, ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമൽ യഖീൻ യഖീനിന്റെ അറിവ്, അതായത് യഖീൻ എന്താണ്? ഉറച്ചത്, ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം തീർച്ചയായും നിങ്ങൾ ജഹീം കാണുക തന്നെ ചെയ്യും. ല എന്ന് പറഞ്ഞാൽ തഅക്കീദിന് വേണ്ടിയാണ്. ലസ്ദുൽമുൻ അളീം, ലകനൂദ്, ലഫീ ഖുസ്ർ എന്നൊക്കെ പറഞ്ഞതുപോലെ തഅക്കീദിന് വേണ്ടി അഥവാ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് ല തറവുന്ന എന്ന് പറഞ്ഞാൽ അത് വീണ്ടും തഅക്കീദിന് വേണ്ടിയാണ്. ലതറവുന്നൽ ജഹീം നിങ്ങൾ ജഹീം കാണുക തന്നെ ചെയ്യും. സുമ്മ പിന്നെയും, ലതറവുന്നഹ നിങ്ങളത് കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഐൻ അൽ യഖീൻ, ഐൻ ഉറ കണ്ണെന്നാണ് അർത്ഥം. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നാണ് അർത്ഥം. ദൃഢമായ ഒരു കാണൽ, യാതൊരു സംശയത്തിനിടയില്ലാത്ത ഒരു കാഴ്ച നിങ്ങൾ ആ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഒരു മറയുമില്ലാതെ, ഒരു ഒളിയുമില്ലാതെ കാണുക തന്നെ ചെയ്യും. കാരണം പരലോകത്ത് മനുഷ്യന്റെ മറ നീക്കുമെന്നാണ്. സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. ഖിയാമത്ത് നാളിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, فكشفنا لقد كنت في غفلة من هذا. ഈ ഖിയാമത്ത് നാളിനെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു, നിനക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. فكشفنا عنك غطاءك നിന്റെ മൂടി നാം ഇതാ നീക്കിയിരിക്കുന്നു, നിന്റെ കണ്ണിന് മുൻപുള്ള മൂടി നീക്കിയിരിക്കുന്നു. فبصرك اليوم حديد അതുകൊണ്ട് ഇന്ന് നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയുണ്ട്. എല്ലാം കാണും, മലക്കുകളെ കാണും, ജിന്നുകളെ കാണും, നരകം കാണും, സ്വർഗം കാണും. ദുനിയാവിൽ കാണാത്തതൊക്കെ പരലോകത്തെത്തിയാൽ മനുഷ്യൻ കാണുകയാണ്. അപ്പോൾ നിന്റെ കാഴ്ചക്ക് മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു മറനീക്കിയ ആ കാഴ്ച. ثم لترونها عين اليقين, ഐനുൽ യഖീൻ എങ്ങനെ ഇപ്പൊ അതിന് മലയാളത്തിൽ ഒരു അത് കറക്റ്റായ ഒരു അർത്ഥം പറയും? അങ്ങനെയുള്ളൊരു കാഴ്ച, ദൃഢമായ ഒരു മറയുമില്ലാത്ത തെളിഞ്ഞ കാഴ്ച നീ നരകത്തെ കാണുക തന്നെ ചെയ്യും. ثم لتسألن പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും, പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും. സഅല ചോദിച്ചു, സുഇല ചോദിക്കപ്പെട്ടു, സുഇല യുസ്അലു, ലതുസ്അലുന്ന പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, അഥവാ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇദിൻ, യൗമ ഇദിൻ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം. ഹീന ഇദിൻ എന്ന് പറഞ്ഞാൽ ആ സമയം, അന്നേ സമയം. ഹീനുൻ എന്ന് പറഞ്ഞാൽ സമയം എന്നാണ് അർത്ഥം. ഹീനുൻ ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യന് കാലത്തിൽ നിന്ന് ഒരു സമയം കടന്നുപോയിട്ടില്ലേ, അവൻ പ്രസ്താവ്യമായ പറയാൻ പറ്റുന്ന ഒരു വസ്തുവേ അല്ലാത്തൊരു സമയം അവന് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിച്ചെടുത്ത് അല്ലാഹ് എന്താ പറഞ്ഞ? ഹീൻ. അതിന്റെ ജംആണ് അഹ്യാൻ. അഹ്യാൻ എന്ന് പറയില്ല, ചിലപ്പോൾ. അഹ്യാൻ ചിലപ്പോൾ. അതുപോലെ ഹീന ഇദിൻ എന്ന് പറഞ്ഞാൽ ആ സമയം. യൗമ ഇദിൻ എന്ന് പറഞ്ഞാൽ ആ നാളിൽ, ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം,
നഈമിനെ കുറിച്ച്. എന്താണ് നഈം? നിഅമ, അനുഗ്രഹം. അനുഗ്രഹത്തെക്കുറിച്ച്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ഈ സൂറത്തിന്റെ വാക്കർത്ഥം. ഒരു പ്രാവശ്യം ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അൽഹാക്കും എന്നാണ് വാക്ക്. ആദ്യത്തേത് ഹംസയാണ്, രണ്ടാമത്തേത് ഹ. അൽഹാക്കും അതൊരു സാധാരണ അൽ ബൈത്ത് അൽ മദ്രസ എന്നൊക്കെ പറയുന്ന ഒരു അല്ലല്ലത്. അത് അൽഹ എന്ന ഫിഅലാണത്. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാക്കി. അൽഹ യുൽഹിഹിമുൽ അമൽ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, അവരെ വ്യാമോഹങ്ങൾ അവരെ അശ്രദ്ധരാക്കട്ടെ എന്ന് കാഫറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. അവരെ വിട്ടേക്ക്, തിന്ന് കുടിച്ച് അവർ മരിക്കട്ടെ, അവരെ വ്യർത്ഥമായ മോഹങ്ങൾ അവരെ അശ്രദ്ധയിലാക്കട്ടെ, വഴിയെ അവരറിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞതുപോലെ അത് സാധാരണ ഉള്ള ഇസ്മിന്റെ കൂടെയുള്ള അലിഫ്ലാം അല്ല, പിന്നെന്താണ്, അത് ഒരു ഫിഅലാണ്. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുർ ആണത്. നാവ് മുകളിലത്തെ പല്ലുകൾക്ക് തട്ടിച്ചിട്ടാണ് സാ ഉച്ചരിക്കേണ്ടത്. അൽഹാക്കുമുത്തകാസുർ. ഹത്ത ഹ ആണ്. അൽഹാ വേറെ, ഹത്തയുടെ ഹ വേറെ. ഹത്ത സുർത്തുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ. അവിടെ يومئذ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നാണ് തജ്വീദിലെ നിയമം. അനിൻ നഈം. ഈ ആയത്തിന്റെ തഫ്സീർ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല എഴുതിയത് വായിക്കാം. യഖൂലു തആല, അല്ലാഹു പറയുന്നു, അശ്ഗലകും നിങ്ങളെ ശുഗലാക്കിയിരിക്കുന്നു. അതാണ് അൽഹാക്കും എന്ന് പറഞ്ഞാൽ അശ്ഗലകും നിങ്ങളെ ശുഗലാക്കിയിരിക്കുന്നു. അതിൽ വ്യാപൃതരാക്കുക, വേറൊന്നിനും നേരില്ലാത്ത നിലക്ക്. ഹുബ്ബു ദുനിയ വനഈമുഹ വസഹറതുഹ. എന്താണ് നിങ്ങൾ അശ്രദ്ധരാക്കിയിട്ടുള്ളത്? ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം. വനഈമുഹ, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ. വസഹറതുഹ, ദുനിയാവിലെ അതിലെ അലങ്കാരങ്ങൾ. അതൊക്കെ നിങ്ങളെ വ്യാപൃതരാക്കിയിരിക്കുന്നു.
അൻ ത്വലബിൽ ആഖിറതി വബ്തിഗാഇഹാ, പരലോകം ആശിക്കുന്നതിൽ നിന്നും പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നതിൽ നിന്നും നിങ്ങളെ ദുനിയാവിനോടുള്ള ഹുബ്ബും അതിന്റെ പളപളപ്പും അതിലെ സുഖസൗകര്യങ്ങളുമൊക്കെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. وتمادى بكم ذلك حتى جاءكم الموت وزرتم المقابر وصرتم من أهلها. ഏതുവരേക്കും? നിങ്ങൾക്ക് മരണം വരുന്നത് വരേക്കും, അതുപോലെ നിങ്ങൾ ഖബറിലെത്തുന്നത് വരേക്കും, നിങ്ങൾ ഖബറിന്റെ ആളായി തീരുന്നത് വരേക്കും. അതുകൊണ്ടാണ് പണ്ടൊരു കവി പാടിയിട്ടുള്ളത്, അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരിഖി ലാഹിയ അലം തഅതബിർ ബിദ്ദാഇനീന ഇലൽ ബലാ വതർകീഹിം الدنيا ജമീഅൻ കമാ ഹിയ ولم يخرجوا إلا بقطن وخرقة وما عامروا من منزل ضل خاليا. ألا أيها الناس മനുഷ്യരെ ليوم رحيله, നിങ്ങൾക്ക് പോകാനുള്ള ഒരു ദിവസത്തെക്കുറിച്ച്, അറാക അനിൽ മൗതിൽ മുഫർരിഖി അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരിഖി ലാഹിയ. മനുഷ്യ, നിനക്ക് എന്ത് പറ്റിപ്പോയി? ഞാൻ നിന്നെ കാണുന്നത് നിന്നെ എല്ലാത്തിൽ നിന്നും പിരിച്ചു കളയുന്ന, വേർപെടുത്തുന്ന മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിട്ടാണല്ലോ നിന്നെ ഞാൻ കാണുന്നത്. അലം തഅതബിർ, നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? ബിദ്ദാഇനീന ഇലൽ ബലാ, ഖബറിലേക്ക് പോയിട്ടുള്ള ആളുകളെ ഓർത്ത് നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? വതർകിഹിം الدنيا ജമീഅൻ കമാ ഹിയ, ദുനിയാവ് മുഴുവൻ അതെങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ വിട്ടേച്ചു പോയ ഈ ആളുകളെ ഓർത്ത്, അവരെ കുറിച്ച് ഓർത്ത് നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? വലം വതർകിഹിം الدنيا ജമീഅൻ കമാ ഹിയ, അതുപോലെ അവർ വിട്ടേച്ചു പോയിരിക്കുന്നു അവരുടെ സമ്പത്തും സന്താനങ്ങളുമെല്ലാം. വലം യഖ്റുജു, അവർ പോയിട്ടില്ല, ഇല്ലാ ബിഖുത്നി വഖിർഖത്തിൻ, അവർ കൊണ്ടുപോയത് എന്താണ്? ഒരു പന്നിക്കഷ്ണം അല്ലെങ്കിൽ ഒരു കഫൻ തുണി, ഒരു തുണിക്കഷ്ണവും സ്വല്പം പഞ്ഞിയുമല്ലാതെ. പഞ്ഞിവെക്കണ കണ്ടിട്ടില്ല, അതാണല്ലോ നാട്ടു നടപ്പ്. അല്പം പഞ്ഞിയും തുണിക്കഷ്ണവുമല്ലാതെ അവർ കൊണ്ടുപോയിട്ടില്ല. അതുപോലെ അവർ താമസിച്ച വീട് കാലിയാക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. നീയും നാളെ അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അവരോട് ചെന്ന് ചേരേണ്ട ആളാണ്. അവരുടെ അയൽവാസിയായിട്ട്. വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയ, ഒറ്റയ്ക്ക് ഏകനായി ആരും കൂട്ടിനില്ലാതെ അവർ പോയി കിടക്കേണ്ടവനാണ് നീയും എന്ന് എന്താണ് നീ ചിന്തിക്കാത്തത് എന്നാണ് ഒരു കവി പാടിയിട്ടുള്ളത്. ഇത് മനുഷ്യൻ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കണം ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യത്തെക്കുറിച്ച്. അതെന്താണ്? അൽ മൗത്ത്, മരണത്തെക്കുറിച്ച്. അത് നിങ്ങൾ ചിന്തിക്കുക തന്നെ ചെയ്യണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഗൈബും ഷഹാദത്തും ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് മടങ്ങിപ്പോകും. നിങ്ങൾ എന്താണോ ചെയ്തതെന്നതിനെ കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് ഓർക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദിക്റുൽ മൗത്ത് അത് വർദ്ധിപ്പിക്കണം. കാരണം അതിന് പ്രായമില്ല. وكم من سليم مات من غير علة وكم من سقيم عاش حينا من الدهر. വേറൊരു കവിതയാണ്. എത്ര എത്ര ആരോഗ്യവാന്മാരാണ് യാതൊരു രോഗമില്ലാതെ മരിച്ചുപോയത്. وكم من سقيم عاش حينا من الدهر. എന്നാൽ എത്ര എത്ര രോഗികളാണ് ഇന്ന് മരിക്കും നാളെ മരിക്കും വിചാരിച്ചിട്ട് ഇങ്ങനെ മരണം കാത്തിരിക്കുന്നത്, നിത്യരോഗികളായി കിടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾ മരിക്കുന്നില്ല, അവരൊരുപാട് കാലം ജീവിക്കുന്നു. വകം മിൻ ഫതൻ
أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. എത്ര എത്ര ചെറുപ്പക്കാരാണ് അവരിങ്ങനെ ചിരിച്ചും കളിച്ചും രാവിലെ ആവുന്നു വൈകുന്നേരം ആവുന്നു, പക്ഷെ അവൻ അറിയുന്നില്ല അവനെ പുതപ്പിക്കാനുള്ള കഫൻ തുണി തൊട്ടടുത്ത് നെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അത് നെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, അതവൻ മനസ്സിലാക്കുന്നില്ല. وكم من صغار يرتجى طول عمرهم وقد أدخلت أجسادهم ظلمة القبر. എത്ര എത്ര ചെറിയ കുട്ടികളാണ്, അവരെ കുറിച്ച് അവരുടെ രക്ഷിതാക്കൾ വിചാരിക്കുന്നത് എന്താണ്? യുർത്തജ തൂല ഉംരി, ഒരുപാട് കാലം ജീവിക്കും. ഏത് കുട്ടി ജനിക്കുമ്പോഴും അതിന്റെ ആളുകൾ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്, കുട്ടി വലുതായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി തരും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ ശരീരങ്ങൾ അത് ആ ഖബറിന്റെ ഇരുട്ടിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ മരിക്കുന്നു. وكم من عروس زينوها لزوجها وقد قبضت أرواحهم ليلة القدر. എത്ര എത്ര അറൂസുകളാണ്. അറൂസ് എന്താ? മണവാളൻ, മണവാട്ടി. അങ്ങനെ പിന്നെ എത്ര ആളുകളാണ് സയ്യനുഹാ ലിസൗജിഹ, ആ പെണ്ണിനെ അവളുടെ ഇണക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അവരെന്താക്കി? അണിയിച്ചൊരുക്കി കല്യാണത്തിന്. പക്ഷേ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, ആ വിവാഹ നാളിലതാ അവളുടെ റൂഹ് പിടിക്കപ്പെടുകയാണ്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് എന്ത് വേണം? ആ കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. എന്നിട്ടാണ് പാടുന്നത്: وكم من سليم عاش من غير مات من غير علة وكم من سقيم عاش حينا من الدهر. تزود من التقوى, നീ തഖ്വ കൊണ്ട് സാദ് നേടുക. സാദ് പറഞ്ഞാൽ യാത്രക്ക് കൊണ്ടുപോകുന്ന വിഭവം, അതുണ്ടാക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലേ, വതസവ്വദു ഫഇന്ന ഖൈറ الزാദി التقوى. നിങ്ങൾ യാത്രക്ക് ഒരുങ്ങിക്കൊള്ളുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞതാണ്. യാത്രക്ക് വേണ്ടുന്ന സാദ് കയ്യിലെടുക്കുക. നിങ്ങൾക്കുണ്ട് ഏറ്റവും നല്ല സാദ് എന്താണ്? അത്തഖ്വ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കാണാം, സവ്വദകല്ലാഹു തഖ്വ, അള്ളാഹു നിനക്ക് സാദായി തഖ്വ നൽകുമാറാകട്ടെ. അത് നീ നേടിക്കൊള്ളുക. തസവ്വദു മിനത് തഖ്വ, കാരണം ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ, ഇരുണ്ട രാത്രി വന്നാൽ, രാത്രി ഇരുൾ മൂടിയാൽ, ഹൽ തഈഷു ഇലൽ ഫജ്രി, പകൽ വരേക്ക് നീ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനോട് പറഞ്ഞില്ലേ, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ആവുക. ഇത് കേട്ട ശേഷം ഈ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആളുകളോട് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ് വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരി മസാ. വൈകുന്നേരമായാൽ നീ രാവിലെ ആകാൻ കാത്തു നിൽക്കരുത്, രാവിലെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്, അതിനു മുമ്പേ ആഖിറത്തിലേക്കുള്ളത് നീ പ്രവർത്തിക്കണം. പകലായാൽ നീ വൈകുന്നേരത്തെ കാത്തു നിൽക്കരുത്, വരുമെന്ന് യാതൊരു ഉറപ്പില്ല. അപ്പോ ഈ മഹത്തായ തത്വം സൂചിപ്പിക്കുന്ന ഒരു സൂറത്താണ്, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, ദുനിയാവിനെ കുറിച്ച് സുഹൃദ് ഉണ്ടാക്കുന്ന, വിരക്തി ഉണ്ടാക്കുന്ന ഒരു സൂറത്താണ്, മഹത്തായ ഒരു സൂറത്താണ് ഈ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത് ദുനിയാവ് നമ്മളെ, മനുഷ്യനെ പരലോകത്തിൽ നിന്ന് അശ്രദ്ധനാക്കിയിരിക്കുന്നു. ثم قال تعالى, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മുഅള്ളിമൻ അംറഹ وتمادى بكم ذلك حتى جاءكم الموت وزرتم المقابر وصرتم من أهلها. ആ ഖബറിന്റെ ആളുകൾ ആകുന്നത് വരേക്കും നിങ്ങൾ എന്താകും? ഖബറിന്റെ ആളുകളായി മാറുന്നത് വരേക്കും ഈ അശ്രദ്ധയിലാണ് നിങ്ങളുള്ളത്. وقال الحسن البصري, ഇബ്നു കസീർ പറയുന്നു, ഹസൻ അൽ ബസരി പറഞ്ഞു, ഹസൻ ബസരി ആണ് താബിഈയാണ്, അൽഹാകുമുത് തകാസുർ, നിങ്ങളെ തകാസുർ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, ഫിൽ അംവാലി വൽ ഔലാദ്. തകാസുർ കൂടുതലായി ഉണ്ടാകുന്നത് എന്തിലാണ്? അംവാൽ എന്താണ്? സമ്പത്ത്. വൽ ഔലാദ്, മക്കൾ. ഇതിനെക്കുറിച്ചൊക്കെയാണ് ആളുകൾ പെരുമ നടിക്കുന്നത് കൂടുതൽ. എന്നാൽ ഇത് മാത്രമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് എന്തിനാണ് തകാസുർ എന്ന് അള്ളാഹു പറയാതിരുന്നത്. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കി, അൽഹാകുമുത് തകാസുർ, പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കും. എന്തിനാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അത് അള്ളാഹുവിന്റെ കലിമാത്തുകളുടെ ഒരു പ്രത്യേകതയാണ്. എന്തിലും തകാസുറാണ്. അത് നമ്മളെ കുറിച്ച് ആലോചിച്ച്, ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചാൽ, നിങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ, നമ്മളൊരു കുറച്ച് സമയം ഒരാളോട് സംസാരിച്ചാൽ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ അങ്ങനെ ചെയ്തു,
ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞു. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇൽമും അല്ലെങ്കിൽ നമ്മുടെ കഴിവും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും ഇതൊക്കെ കുറച്ച് അധികമുണ്ട്, ഞാൻ അതിലൊക്കെ ഉഷാറാണ് എന്ന് നമ്മൾ പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും നമ്മളെ ഒന്ന് ഉയർത്താൻ ഒരു തകാസുർ, ഉള്ളതിനേക്കാളും കുറച്ചധികം ഉണ്ടെന്ന് കാണിക്കാനുള്ള സംസാരങ്ങൾ, അത് ഒരു ദിവസം എത്രയാണ് നമ്മൾ പറയുന്നതെന്ന് ചിലപ്പോൾ എണ്ണാൻ പറ്റൂല. അത്രയും നമ്മൾ അറിയാതെ അതിന്റെ ആളുകളാണ് നമ്മൾ. തകാസുർ സമ്പത്തിലാകട്ടെ ഇൽമിലാകട്ടെ, നമ്മൾ നമ്മുടെ മിടുക്കുകൾ ആളുകളോട് പറയാൻ എപ്പോഴും അതെങ്ങനെയെങ്കിലും ആളുകളെ അറിയിക്കാൻ, മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യർ. ഇല്ലാമ റഹിമ റബ്ബി, അള്ളാന്റെ റഹ്മത്ത് കിട്ടിയ വളരെ കുറച്ച് ആളുകൾ ഒഴികെ. അത് കൂടുതൽ നടക്കുന്നത് അംബാലിലും ഔലാദിലുമാണ്, സമ്പത്തിലും മക്കളുടെ കാര്യത്തിലും. സമ്പത്തും മക്കളും അള്ളാഹു ഒരുപോലെ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നമ അംബാലക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് പരീക്ഷണമാണെന്ന് പറഞ്ഞു. അതുപോലെ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, ഖിയാമത്ത് നാളിൽ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് തവണ കിതാബിലും സുന്നത്തിലും ഇത് രണ്ടും ചേർത്ത് പറയപ്പെട്ടത് കാണാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അടുത്തത്. വറവൽ ബുഖാരി عن أنس بن مالك عن أبي بن كعب قال كنا نرى هذا من القرآن حتى نزلت ألهاكم التكاثر. അതായത് ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഇത് ഖുർആനിൽ ഞങ്ങൾ ഇത് കാണാറുണ്ടായിരുന്നു അൽഹാക്കുമുത് തകാസുർ ഇറങ്ങുന്നതുവരെ. ഇത് എന്ന് പറഞ്ഞാൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ഒരു ഹദീസാണ്. يعني لو كان لابن آدم واديا من ذهب, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, لو أن لابن آدم واديا من ذهب أحب أن يكون له واديان ولن يملأ فاه إلا التراب ويتوب الله على من تاب. അതായത് നിങ്ങളെ തകാസുർ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കസറത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും അതിൽപ്പെടും. കൂടുതലുണ്ടാകാനുള്ള ആഗ്രഹം, കിട്ടിയാൽ ഇനിയും പോരാ പോരാ പോരാ, ഇനിയും വേണം, കസറത്ത് വേണം. അതും എന്തിൽ പെടും? തകാസറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു തആല അലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയൻ മിൻ ദഹബ്, ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു വാദി, വാദിന്റെ അർത്ഥം താഴ്വര ഉണ്ടായിരുന്നുവെങ്കിൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയ, എന്താണ് ആലോചിക്കുക, അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്, ഇനിയുള്ള കാലം സ്വസ്ഥമായി സുഖമായി ജീവിക്കാം എന്ന് അവൻ വിചാരിക്കൂല. രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആഗ്രഹിക്കും. വേറെ റിപ്പോർട്ടുകളിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ മൂന്നെണ്ണം ആഗ്രഹിക്കും എന്ന് കാണാം. ഒരുപാട് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഒന്നുണ്ടായാൽ രണ്ടിനും ആഗ്രഹിക്കും. വലയംല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ വലയംല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ച് കബറിൽ കൊണ്ടുവച്ചല്ലാതെ ഈ ആർത്തി തീരൂല. വയതൂബുല്ലാഹു അലാ മൻ താബ്, തൗബ ചെയ്തു മടങ്ങിയവന് അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്തായിരുന്നു. ഏത്? ഈ ഹദീസ്. لو أن لابن آدم واديا من ذهب أحب أن يكون له واديان ولن يملأ فاه إلا التراب ويتوب الله على من تاب. صحيح البخاري ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ഹദീസ് പരിശുദ്ധ ഖുർആനിൽ ആയത്തായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് പറയാണ്, ഞങ്ങളിത് ഖുർആനിൽ കാണാറുണ്ട്, പക്ഷെ അള്ളാഹു പിന്നീട് അത് ഉയർത്തി ഏത് അവതരിപ്പിച്ചു? അൽഹാക്കുമുത് തകാസുർ, ഈ സൂറത്ത് അവതരിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിൽ. അള്ളാഹിന്റെ ഹിക്മത്താണ് അങ്ങനെ ചെയ്യുന്നത്. അള്ളാഹിന്റെ ഹിക്മത്ത്, അവൻ ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്യാൻ, അവൻ അങ്ങനെ ചെയ്തു. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവൻ ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ ആരാണുള്ളത്? വഹും യുസ്അലൂൻ, മനുഷ്യരാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അവർ ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ അള്ളാഹിന്റെ ഹിക്മത്ത് അതിന് പിന്നിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ഏത് സൂറത്തിലാ? സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, മാ നൻസഖ് മിൻ ആയത്തിൻ
ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നാം ഒരു ആയത്തും നുസ്ഖ് നടത്തുന്നില്ല, നാം ഒരായത്തും മറപ്പിക്കുന്നില്ല, അതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത് പകരം കൊണ്ടുവന്നിട്ടല്ലാതെ. അള്ളാഹു നുസ്ഖ് നടത്തും, അള്ളാഹ് ചില ആയത്തുകൾ മറപ്പിച്ചു കളയും, പക്ഷെ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത് അള്ളാഹു പകരം കൊണ്ടുവരും. അലം തഅലം, നിനക്കറിയില്ലേ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഖുർആനിൽ നാസിഖും മൻസൂഖുമുണ്ട്. ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾ കൊണ്ട് ആ ആയത്തിന്റെ വിധി അള്ളാഹു ദുർബലപ്പെടുത്തിയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ഇപ്പോ സമാധാനത്തിന്റെ ആയത്തുകളാണ് ജിഹാദിന്റെ ആയത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല, യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. മറിച്ചൊരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അനുമതി കൊടുത്തു. അപ്പൊ അതിന് മുമ്പത്തുള്ള ആയത്തുകൾ എന്താണ്? ഈ വിഷയത്തിൽ അവരോട് വിട്ടുകൊടുക്കാനും മാപ്പാക്കാനൊക്കെ പറഞ്ഞത് ഈ ജിഹാദിന്റെ ആയത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തി. ഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഫിത്ന അഥവാ ശിർക്ക് അവസാനിക്കുന്നതുവരെ, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതാരോടാണ്? ജിഹാദിന്റെ ഷർത്തുകൾ ഒത്തുവന്ന മുസ്ലിം അമീറിന്റെ കീഴിലുള്ള മുസ്ലിം സമുദായത്തോടാണ് അത്. എന്നതുപോലെ നുസ്ഖ് നടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഏതാണ് നാസിഖ്, ഏതാണ് മൻസൂഖ്, അത് പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഏതായത്താണ് ദുർബലപ്പെടുത്തിയ ആയത്ത് ഏതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടത് ഏതാണ്, അത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ അള്ളാഹു ഒരിക്കലും അഖ്ബാർ ദുർബലപ്പെടുത്തുകയില്ല, അഹ്കാമ് മാത്രമേ ദുർബലപ്പെടുത്തുള്ളൂ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു സംഭവം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. പിന്നെ അത് തിരുത്തുവോ? മുമ്പ് നടന്ന് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തിരുത്തുവോ? ഒരിക്കലുമില്ല. അങ്ങനെ തിരുത്തിയിട്ടില്ല, തിരുത്തുകയില്ല. പക്ഷെ എന്ത് തിരുത്തും? അഹ്കാം തിരുത്തും, ഹുക്കുമുകൾ. ഒരു കാര്യം ചിലപ്പോൾ ആദ്യം അനുവദനീയായിരിക്കും, പിന്നെ അത് അള്ളാഹു ഹറാമാക്കും. ചിലപ്പോൾ ഒരു കാര്യം ആദ്യം ഹറാമായിരിക്കും, പിന്നെ അത് അനുവദിക്കും. അതെന്താണ്? അതിന്റെ പിന്നിൽ വ്യക്തമായ മസ്ലഹത്തുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, فبشرناه بغلام حليم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു മകൻ അർക്കാൻ പറഞ്ഞു. അവിടെ എന്താ ഹുക്കുമ്? അപ്പോ അർക്കൽ. ആ സമയത്ത് എന്താ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഹുക്കും എന്താ? വാജിബാണ്, അർക്കണം. മകൻ എത്തിയപ്പോൾ മകൻ ഇബ്രാഹിം നബിയുടെ കൂടെ അധ്വാനിക്കാൻ പോകുന്ന ഒരു പ്രായം. പക്ഷെ മുഫസ്സിറുകൾ ആ പ്രായത്ത് വിശദീകരിച്ചിട്ടുള്ളത് ഒരു പിതാവിന്, ഒരു ഉപ്പാക്ക് മകനോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലാണ് എന്തു പറഞ്ഞത്? അർക്കാൻ പറഞ്ഞത്. തീരെ ചെറുതുമല്ല, നന്നേ വലുതുമല്ല. ഉപ്പാന്റെ ആശ്രയം എല്ലാ കാര്യത്തിനൊന്നും വേണ്ട, എന്നാ പലതിനും വേണം. അങ്ങനെയുള്ള പ്രായം ഉണ്ടല്ലോ, ഏറ്റവും പിതാക്കന്മാർക്ക് മക്കളോട് സ്നേഹം ഉണ്ടാകുന്ന പ്രായം എന്നാണ് മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ആ പ്രായത്തിയപ്പോൾ എത്ര ദുആ ചെയ്ത് കിട്ടിയ മകനാണ്. അള്ളാഹു അർക്കാൻ കൽപ്പിച്ചു. മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, അന്നി അദ്ബഹുക, നബിമാരുടെ സ്വപ്നം അള്ളാഹിന്റെ കൽപ്പനയാണ്, നിന്നെ അറക്കുന്നതായിട്ട്. ഫൻദുർ മാദാ തറ, മോനെ പറയ് നിന്റെ അഭിപ്രായം എന്താണ്? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അത് ചെയ്തേക്കൂ, ഇൻഷാ അല്ലാഹ് സാബിറുകളുടെ കൂട്ടത്തിൽ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ പോയി. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ, അവർ രണ്ടുപേരും ചെന്നു, അള്ളാഹിന്റെ ആ കൽപ്പനക്ക് കീഴ്പ്പെട്ടു. നെറ്റി താഴ്ത്തി കിടത്തി, കമിഴ്ത്തിയിട്ടാണ് കിടത്തിയത്. എന്തിനാണ് അങ്ങനെ കിടത്തിയത്? മുഖം കണ്ടാൽ മനസ്സ് മാറാതിരിക്കാനാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽജബീൻ വനാദൈനാഹു അയ്യ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം, ഇത് പരീക്ഷണമാണ്, താങ്കൾ ഈ സ്വപ്നം സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുക. ഇതാ വലിയൊരു അറവ് അറക്കാൻ വേണ്ടി
ഒരാടിനെ അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്തു. അപ്പൊ എന്തായി? ഹുക്മ് മാറിയില്ലേ? പിന്നെ അറുക്കാൻ പാടുണ്ടോ മകനെ? ഇല്ല, ഹുക്മ് മാറി എന്നതുപോലെയാണ്. നിങ്ങൾ നോക്കുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിയുടെ ഉമ്മത്തിൽ സഹോദരൻ സഹോദരിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. ദുനിയാവിൽ വേറെ പെണ്ണുങ്ങളുണ്ടോ? ഇല്ലല്ലോ. പിന്നെ അങ്ങനെ ആളുകൾ കൂടും. അവിടെ ആരാണ് വിവാഹം ചെയ്തത്? ആങ്ങൾ പെങ്ങളെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നെ ആളുകൾ സന്താനോത്പാദനം നടത്തിയത്, അടുത്ത തലമുറ ഉണ്ടായത്. ആദ്യം എന്തായിരുന്നു? സഹോദരിയും സഹോദരനും തമ്മിൽ വിവാഹിതരാകാൻ അള്ളാഹു അനുവദിച്ചിരുന്നു. അവിടെ അത് വേണം, അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരുണ്ടാവോ? ഇല്ലല്ലോ. എന്നാൽ ഈ ഉമ്മത്തിൽ അത് പാടുണ്ടോ? ശേഷമുള്ള ഉമ്മത്തുകളിൽ അള്ളാഹു അത് വിരോധിച്ചു എന്നത്. അപ്പൊ അത് ഹുക്ം അള്ളാഹു മാറ്റിയതാണ്, നുസ്ഖ. അവിടെ അതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നോക്ക്, ഖിബ്ല മാറ്റം. ഖിബ്ല ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് ആയിരുന്നത് അള്ളാഹു മസ്ജിദുൽ ഹറാമിലേക്ക് ആക്കി. മദ്യം ആദ്യം വിരോധിച്ചിരുന്നില്ല, അള്ളാഹു പിന്നെ ഹറാമാക്കി. ഒരുപാട് കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്കാമുകളിൽ നുസ്ഖ് വരുത്തും. അത് അള്ളാഹിന്റെ തീരുമാനമാണ്, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉയർത്തപ്പെട്ട ഈ ഹദീസിന് പകരമാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഏതാണ് ആ ഹദീസ്? അർത്ഥം പറയും. ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ തീരുള്ളൂ? വായിൽ മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. അതാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിറങ്ങിയ ശേഷം ഇതുവരേക്കും, ഈ സൂറത്ത് ഇറങ്ങുന്നത് വരേക്കും നമ്മൾ ആ ഹദീസ് ഈ ഖുർആനിൽ അത് കാണാറുണ്ടായിരുന്നു. ഇത് ഇമാം അഹ്മദും മുസ്ലിമും തിർമിദിയും നസായിയും, ഇത് ഈ പറഞ്ഞത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇനി إمام وروى أحمد ومسلم والترمذي والنسائي عن مطرف يعني ابن عبد الله بن الشخير عن أبيه قال انتهيت إلى رسول الله صلى الله عليه وسلم. إمام أحمد ومسلم ودرج الحديث الكلام مطرف അദ്ദേഹം താബിഈയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഷഖീർ എന്ന സഹാബിയുടെ മകനാണ്. ആര്? മുത്തറിഫ്, മഹാനായ വളരെ പ്രസിദ്ധനായ ഒരു താബിഈയാണ് മുത്തറിഫ്. അദ്ദേഹത്തിന്റെ പിതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഷഖീർ എന്ന സഹാബി. ആ സഹാബി പറയുന്നു, ഇൻതഹൈതു ഇലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുകയായിരുന്നു, നബി ഓതുകയായിരുന്നു, അൽഹാകുമുത് തകാസുർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹാകുമുത് തകാസുർ യഖൂലു ഇബ്നു ആദം മാലി മാലി وهل لك من مالك إلا ما أكلت فأفنيت أو لبست فأبليت أو تصدقت فأمليت. ഇതാണ് മഹത്തായ തത്വങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ആയത്ത് ഓതിയിട്ട് നബി പറയാൻ, യഖൂലു ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ അഥവാ മനുഷ്യൻ പറയുന്നു, മാലി മാലി, എന്റെ ധനം, എന്റെ പൈസ, എന്റെ പൈസ എന്നിങ്ങനെ ആര് പറയുന്നു? ആദമിന്റെ പുത്രൻ മനുഷ്യൻ പറയാൻ. വഹല്ലക യാ ഇബ്നു ആദം, മനുഷ്യ നിനക്കുണ്ടോ? മിമ്മാലിക്, നിന്റെ സമ്പത്തിൽ നിന്ന് നിന്റേതായി, നിന്റേതാണെന്ന് പറയാൻ നിനക്ക് എന്താണുള്ളത്? ഇല്ലാമ അക്കൽ തഫാഫ്നൈത്, നീ തിന്നു തീർത്തതല്ലാതെ. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ധരിച്ച് ദ്രവിച്ചു പോയതല്ലാതെ, നീ ഇട്ട് അങ്ങനെ നുരുമിപ്പോയണ്ടല്ലോ അതല്ലാതെ. ഔ തസദ്ദഖ്ത ഫഅംലൈത്, അല്ലെങ്കിൽ നീ കൊടുത്ത് ദാനം ചെയ്ത് തീർത്തതല്ലാതെ വേറെന്താണ് നിന്റെ പൈസ? അപ്പോ ഒരാളുടെ സമ്പത്ത് പറഞ്ഞാൽ എന്താണ്? അയാൾ തിന്നത് അതയാളുടെതാണ്, അതിനായിരിക്കും കിട്ടില്ലല്ലോ. അയാള് കുപ്പായം വാങ്ങിട്ടത് അതാരതാണ്? അയാളതാണ്. അയാൾ ദാനം ചെയ്തത് നോക്കി, നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു നോക്കി, അയാൾ ദാനം ചെയ്തു അതാരതാണ്? അത് അയാളതാണ്, അയാൾക്കുള്ളതാണ് അയാൾ ദാനം ചെയ്തത്. ഇനി പൂഴ്ത്തി വെച്ചതോ പിടിച്ചു വെച്ചതോ കൊടുക്കാതെ പിശുക്ക് വെച്ച ആർക്കുള്ളതാണ്? അത് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കോ തമ്മിൽ തല്ലാനുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങൾ ആരാണ് അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ സഹാബി പറഞ്ഞു, ആരാണ് അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിന്നതും കുടിച്ചതും ചെലവാക്കിയതൊക്കെ നിങ്ങളുടേതാണ്, ബാക്കി വെച്ചതായിരുന്നാണ് അനന്തരാവകാശിന്റെ, ആരോ എടുക്കാനുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ്.
യഖൂലു ഇബ്നു ആദം, ഈ സൂറത്ത് ഓതിയിട്ടാണ് പറഞ്ഞത്. അൽഹാകുമുത് തകാസുർ യഖൂലു ഇബ്നു ആദം മാലി മാലി വഹല്ലക യാ ഇബ്നു ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅംലൈത. وروى مسلم عن أبي هريرة قال قال رسول الله صلى الله عليه وسلم. ഇതേ ഹദീസ് തന്നെ അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്നു, ചെറിയ വ്യത്യാസത്തോടു കൂടി. നേരത്തെ ഏത് സഹാബിയാണ് റിവായത്ത് ചെയ്തത്? അബ്ദുല്ലാഹി ഇബ്നു ഷഖീർ, മുതർരിഫിന്റെ പിതാവ്. ആ സഹാബി ചെല്ലുമ്പോൾ നബി ആയത്ത് ഓതിയിട്ട് ഇത് പറയുകയായിരുന്നു. ഇനി അബൂ ഹുറൈറ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുൽ അബ്ദു മാലി മാലി. അബ്ദ്, ഒരു അടിമ പറയുന്നു, മാലി മാലി, എന്റെ സമ്പത്ത്, എന്റെ പൈസ നിങ്ങൾ പറയുന്നു. വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാഹ്, അവന് അവന്റെ സമ്പത്തിൽ നിന്ന് 3 എണ്ണം മാത്രമാണുള്ളത്. മാ അകല ഫഅഫ്ന, ഇതന്നെ നേരത്തെ മാ അകൽത ഫഅഫ്ന, നീ തിന്ന് തീർത്തത്, നീ ധരിച്ചു ദ്രവിച്ചത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു? മനുഷ്യൻ പറയുന്നു, അടിമ പറയുന്നു, അവന്റെ പൈസ പൈസ. അവന് 3 കാര്യം മാത്രമേ ഉള്ളൂ. മാ അകല ഫഅഫ്ന, അവൻ തിന്ന് തീർത്തത്. ഔ ലബിസ ഫഅബ്ല, അവൻ ധരിച്ച് ദ്രവിച്ചു പോയത്. ഔ തസദ്ദഖ ഫഅബ്ഖ, ഇതങ്ങനെയുള്ളത്. തസദ്ദഖ ഫഅബ്ഖ, സദഖ കൊടുത്ത് അങ്ങനെ അത് അവൻ ആ സമ്പത്തിനെ ശാശ്വതമാക്കി, ബാക്കിയാക്കി. സദഖ കൊടുത്താൽ അള്ളാഹു പരലോകത്ത് അവന് വലിയ പ്രതിഫലം അതുകൊണ്ട് കൊടുക്കും, അവന്റെ നിയത്തിനനുസരിച്ച്. കാരണം സദഖയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള എന്താണ്? ബുർഹാനുൻ, തെളിവാണത്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവാണ്. പരലോകത്തിൽ ഒരാൾക്ക് വിശ്വാസം ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്? അയാൾ സദഖ കൊടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ എന്തിനു കൊടുക്കണം? അവനവൻ സമ്പാദിച്ച പൈസ വേറെ ആളുകൾക്ക് എന്തിനു കൊടുക്കണം? അവൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ആരും കാണാതെ അയാള് വേറൊന്നും ഉദ്ദേശിക്കാതെ അയാൾ കൊടുക്കുന്നത് അയാളുടെ ഈമാനിന്റെ ഏറ്റവും വലിയ ബുർഹാനാണ്, തെളിവാണ്. വസ്സദഖത്തു ബുർഹാനുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു ബാക്കിയാക്കിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറയുന്ന ഈ റിവായത്തിൽ, വമാ സിവാ ദാലിക്, അതല്ലാത്ത അതിനു പുറമേ ഉള്ളത് ഫദാഹിബുൻ, അത് പോകാനുള്ളതാണ്. വതാരികുഹു ലിന്നാസ്, അവൻ അത് ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വിട്ടയച്ചുകൊണ്ട്, അത് ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടതാണ്, അത് അവനിൽ നിന്ന് പോകുന്നതാണ് ബാക്കിയുള്ളത്. ഇനി ഇബ്നു കസീർ പറയുന്നു, വറവ ഷൈഖാൻ, ഷൈഖാൻ 2 ഷൈഖുമാർ ഉദ്ധരിക്കുന്നു. ആരാണ് ഷൈഖാൻ എന്ന് പറഞ്ഞാൽ? ഇമാം ബുഖാരി മുസ്ലിം. وروى الشيخان والترمذي والنسائي عن أنس قال قال رسول الله صلى الله عليه وسلم. أنس بن مالك رواية عن رسول الله فرنو يتبع الميت 3. لا رجعت حديث هيكم. يتبع الميت 3 فيرجع 2 ويبقى معه 1. يتبعه أهله وماله وعمله فيرجع أهله وماله ويبقى عمله. ترى عشاء سنبوشتما حديثا. യത്ബഉൽ മയ്യിത്ത്, മയ്യിത്തിന്റെ പിന്നാലെ പോകും, മയ്യിത്തിനെ അനുഗമിക്കും. 3 കാര്യങ്ങൾ. ഫയർജിഉ 2 കാര്യങ്ങൾ പിന്നെ മടങ്ങി വരും. വയബ്ഖാ മഅഹു 1 മാത്രം അവന്റെ കൂടെ ബാക്കിയാകും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ മയ്യിത്തിന്റെ പിന്നാലെ പോകും. അഹ്ലുഹു, മയ്യിത്തിന്റെ കുടുംബക്കാർ പോകും, മയ്യിത്തിന്റെ പിന്നാലെ അഹ്ലു പോകും. വമാലുഹു, അവന്റെ സമ്പത്തും അതിന്റെ പിന്നാലെ പോകും. വഅമലുഹു, അവന്റെ അമലും പോകും കൂടെ. ഫയർജു, മടങ്ങി വരുന്നത് ആരൊക്കെയാണ്? അഹ്ലുഹു വമാലുഹു, സമ്പത്തും അതുപോലെ കുടുംബവും. വയബ്ഖാ അമലു, അവന്റെ കൂടെ കൂട്ടിനുണ്ടാകുന്നത് ആര് മാത്രമാണ്? അമല് മാത്രം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അവനോട് സംസാരിക്കും, അവർക്കിടയിൽ തുർജുമാൻ ഉണ്ടാവുകയില്ല, പരിഭാഷപ്പെടുത്താൻ ആരുമില്ല. അങ്ങനെ ഇല്ലാത്ത നിലയിൽ അള്ളാഹു എല്ലാവരോടും സംസാരിക്കും. അവൻ വലതുഭാഗത്തേക്ക് നോക്കിയാൽ അവന് അമലല്ലാതെ കാണുകയില്ല, ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ അവൻ അവന്റെ അമലല്ലാതെ കാണുകയില്ല, മുന്നോട്ട് നോക്കിയാൽ അവൻ നരകമല്ലാതെ കാണുകയില്ല. ഖബറിലെത്തിയാൽ ഒരു മനുഷ്യന്, ഇൻഷാ അല്ലാഹ് നമ്മുടെ അഹ്കാമുൽ ജനായില ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സുദീർഘമായ ഹദീസ് വരാനുണ്ട്. പിന്നെ റൂഹ് പിടിച്ച് കാഫറിന്റെയും മുഅ്മിന്റെ റൂഹ് പിടിച്ച് മലക്കുകൾ പോകുന്നതും, എന്നിട്ട് അവസാന ഖബർ ശിക്ഷ അല്ലെങ്കിൽ ഖബറിലെ സുഖങ്ങൾ, അതും ഈ മനുഷ്യനോട് ഉറങ്ങാൻ പറയുന്നതൊക്കെ ദീർഘമായ ഹദീസ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതിൽ കാണാം, നല്ല മനുഷ്യന്റെ അരികിലേക്ക് നല്ല മുഖമുള്ള, സൗന്ദര്യമുള്ള, സുഗന്ധമുള്ള ഒരു മനുഷ്യൻ വരും.
ഇയാൾ ചോദിക്കും, നീ ആരാണ്? ഈ സന്തോഷവും കൊണ്ടുവന്ന നീ ആരാണ്? ഇത്ര നല്ല മുഖവും കൊണ്ടുവന്ന നീ ആരാണ്? അപ്പൊ അയാൾ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സൽപ്രവർത്തനങ്ങളാണ് എന്ന് പറയും. ഖബറിലാണ്. അതുപോലെ വൃത്തികെട്ടവനാണെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മുഖമുള്ള ഒരാൾ ഇയാളുടെ അടുത്തേക്ക് വരും. ഇയാൾ ചോദിക്കും, ആരാണ് നീ? വെറുപ്പോടെ ചോദിച്ചപ്പോൾ അയാൾ പറയും, ഞാൻ നിന്റെ മോശം പ്രവർത്തനങ്ങളാണ് എന്ന് പറയും. അപ്പൊ അമലാണ് യഥാർത്ഥത്തിൽ കൂടെ ഉണ്ടാവുക. സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? കാരണമാകുന്നത് എന്താണ്? അമലാണ്. സ്വർഗത്തിന് പകരമല്ല ഒരിക്കലും അമൽ. ബിമാ കുന്തും തഅമലു ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലു. അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ അമൽ ചെയ്തത് കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അത് തന്നെയാണ് നരകക്കാരോടും. അവിടെ സ്വർഗത്തിൽ നമ്മൾ എത്തുന്നത്, അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ബിമാ കുന്ത്, അത് സബബിയായ ആണ്, ശരിയാണ്, കാരണമാണ്. പക്ഷെ അതെന്തല്ല, വലൈസ ദാലിക ബാഉൽ ഐവദ്, അത് പകരത്തിന് പകരമായ അല്ല. സ്വർഗത്തിന് ഒരിക്കലും പകരമല്ല അമൽ. എത്ര അമൽ ചെയ്താലും അയാളുടെ അമൽ കൊണ്ട് മാത്രമേ അയാൾ സ്വർഗത്തിൽ പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, നിങ്ങൾ ഒരാളെയും നിങ്ങളുടെ അമൽ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. അപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങയോ? എന്നെ എത്തിക്കുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ. അള്ളാന്റെ റഹ്മത്താണ്, അവന്റെ ഫضലാണ്, അവന്റെ സമ്മാനമാണ്, അവന്റെ വിരുന്നാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അത് അമലിന് ഒരിക്കലും സ്വർഗത്തിന് പകരമാവുകയില്ല അമൽ. മറിച്ച് ഒരു കാരണം, വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അതെ, വയബ്ഖ അമലുഹു, അമൽ മാത്രം ബാക്കിയാകും. അൽഹാകുമു തകാസുർ, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുർ, എന്താണ് തകാസുർ പറഞ്ഞാൽ? അധികം ഉണ്ടാവാനുള്ള ആഗ്രഹത്തിനും പറയും. അതുപോലെ അധികം ഉണ്ടെന്ന് നടിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ലാത്തത് നടിക്കുക, അതിനും പറയും. അൽഹാകുമു തകാസുർ, തകാസുർ നിങ്ങളെ പെരുമ നടിക്കൽ, പെരുമ ആഗ്രഹിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള പെരുമയാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. കാരണം എല്ലാം ഉൾക്കൊണ്ടു. പണത്തിലാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, തറവാടിത്തത്തിലാകട്ടെ, അറിവിലാകട്ടെ, എല്ലാത്തിനുമുള്ള തകാസുർ പെട്ടു. മാത്രമല്ല, ഒരു കാര്യത്തിൽ തകാസുർ നടത്തിയാൽ അത് ആ കാര്യത്തിന്റെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പമാണ്? തകാസുർ കാണിച്ചവന്റെ കുഴപ്പമാണ്. അങ്ങനെ ചില മുഫസ്സിറുകൾ അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു അത് പറയാത്തതെന്ന്. തകാസുർ കാണിക്കപ്പെട്ട വസ്തുവിന്റെ കുഴപ്പമല്ലല്ലോ അത്, പിന്നെ എന്തിന്റെ കുഴപ്പമാണ്? ഇവന്റെ കുഴപ്പമാണ്. അപ്പൊ അല്ലാഹു അത് പറഞ്ഞില്ല. പിന്നെയോ അൽഹാക്കും, നിങ്ങളെന്ന് പറഞ്ഞു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മഖാബിർ സന്ദർശിക്കുന്നത് വരെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോ ഒന്ന് തെറ്റിപ്പോയത്, മഖാബിർ എന്നുള്ളത് ഖബറിന്റെ ജമ്മാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഖബറിന്റെ അല്ല, ഖബറിന്റെ ജമ്മ ഖുബൂറാണ്. മഖാബിർ എന്ന് പറയുന്നത് മഖ്ബറ, അതിന്റെ ജമ്മാണ് മഖാബിർ. മഖ്ബറ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാൻ, അതിന്റെ ബഹുവചനമാണ് മഖാബിർ. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരിച്ച് ഖബറിലെത്തുന്നത് വരെ എന്നാണ്. എന്തുകൊണ്ടാണ് അവിടെ സിയാറത്ത്, അവിടെ സന്ദർശിക്കാൻ പോകുന്നവരാണ് നിങ്ങൾ എന്ന് പ്രയോഗിച്ചത്? അത് പറയാം. കല്ല സൗഫ തഅലമൂൻ, അല്ല, നിങ്ങൾ വഴിയെ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, വീണ്ടും നിങ്ങൾ താമസിയാതെ അറിയുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമുൽ യഖീൻ എന്താണെന്ന് പറയാം. ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ തകാസുർ നിങ്ങൾ കാണിക്കുമായിരുന്നില്ല. അതാണ് അവിടെ എങ്കിൽ എന്ന് പ്രയോഗിച്ചത്. എന്താണ് യഥാർത്ഥ ഇൽമുൽ യഖീൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തകാസുർ നിങ്ങൾ കാണിക്കുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം, ജഹീം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ഐനുൽ യഖീനായി നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഇൽമുൽ യഖീൻ എന്ത്, ഐനുൽ യഖീൻ എന്ത്, ഹഖുൽ യഖീൻ എന്ത്, അത് വരും ഇൻഷാ അല്ലാഹ്. സുമ്മ, പിന്നെ ലതുസ്അലുന്ന, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ, അന്നേ ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ, അനിൻ നഈം, അനുഗ്രഹത്തെക്കുറിച്ച്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച്. ഈ
ആ സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ഹദീസുകൾ അതിന്റെ ബാക്കി പറയുകയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ് ഞാൻ വായിക്കുന്നതൊക്കെ. വേറെ ഹദീസിന്റെ കിതാബുകൾ ഏതിലൊക്കെയാണ് വന്നതെന്ന് പറയാം. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഹദീസിന് എന്താ പറയുക? മുത്തഫഖുൻ അലൈഹി. പല ആളുകളും കാഫിന് ശബ്ദ കൊടുത്തിട്ട് മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയാറുള്ളത്. അത് ശരിയല്ല. മുത്തഫഖുൻ അലൈഹി തായിനാണ് ശബ്ദ. ഇത്തഫഖ എന്ന് പറഞ്ഞാൽ യോജിച്ചു. ഇത്തഫഖ യത്തഫിഖു ഫഹുവ മുത്തഫിഖുൻ. യോജിച്ച ആൾക്ക് എന്തോരും മുത്തഫിഖുൻ. അതുകൊണ്ടാണ് അനുഭാവിക്ക് എന്തോരും മുത്തഫിഖ്. പിന്നെ കർക്കുന് റുക്കുനൊക്കെ ആവില്ലേ? അതുപോലെ മുത്തഫഖുൻ എന്ന് പറഞ്ഞാൽ യോജിച്ചത്. മുത്തഫഖുൻ അലൈഹി അതിൽ യോജിച്ചിരിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിം എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലാ സിഹത്തിഹി, അത് സഹിയാണെന്ന വിഷയത്തിൽ രണ്ടുപേരും യോജിച്ചിരിക്കുന്നു, രണ്ടുപേരും ഒരുപോലെ റിവായത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഹദീസാണ്. عن أنس أن النبي صلى الله عليه وسلم قال يهرم ابن آدم وتبقى منه اثنتان الحرص والأمل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക്കിന്റെ റിവായത്താണ്, യഹ്റും ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ മനുഷ്യന് വയസ്സാകും, പക്ഷേ വതബ്ഖാ മിൻഹു ഇസ്നതാൻ, രണ്ട് കാര്യങ്ങളിൽ അവനിൽ അവശേഷിക്കും, അതിന് വയസ്സാവില്ല. ഒന്ന് അൽ ഹിർസ്, ഹിർസ് പറഞ്ഞാൽ താല്പര്യം, കൊതി. വൽ അമൽ, അമൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ആഗ്രഹം. ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വേറെ റിവായത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, യഹ്റുമു ഇബ്നു ആദം വതബ്ഖാ വതശിബ്ബു മിൻഹുൽ ഇസ്നതാൻ. ഇവിടെ തബ്ഖാ എന്നാണ് ഈ റിവായത്തിലുള്ളത്. വേറെ റിവായത്തിൽ എന്താണുള്ളത്? വതശിബ്ബു മിൻഹുൽ ഇസ്നതാൻ. ആദമിന്റെ പുത്രൻ മനുഷ്യന് വയസ്സാകുന്തോറും രണ്ട് കാര്യങ്ങൾ അവനിൽ ചെറുപ്പക്കാരനായി വരും, യൗവനം പ്രാപിക്കും. എന്താണ്? ഒന്ന് അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംർ. ഒന്നെന്താണ്? പണത്തോടുള്ള ആർത്തി. രണ്ടാമത്തത് ആയുസ്സിനോടുള്ള ആർത്തി. ഇത് രണ്ടിനും എന്താവുന്ന പറഞ്ഞത്? ഇത് രണ്ടിനും യൗവനം പ്രാപിക്കും, യുവാക്കളായി മാറും. ഇവനോ ഇത് വയസ്സായിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രായമേറും തോറും മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് പറഞ്ഞിട്ടുള്ളത്. പൊതു സ്വഭാവം. ഇല്ലാ മൻ റഹിമ റബ്ബി, റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയ ആളുകൾ ഒഴികെ. ഈ ഹദീസ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അതെന്നാണ് പറഞ്ഞത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറിലെത്തുന്നത് വരെ നിങ്ങൾക്ക് അധികമുണ്ടാകണമെന്ന ആഗ്രഹം. അതെന്തിനു വേണ്ടിയാണ്? അധികമുണ്ടെന്ന് ആളുകളെ കാണിക്കാനും നടിക്കാനും ഒക്കെ തന്നെ. ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും മരണം വരേക്കും. അതുപോലെ തന്നെ മറ്റൊരു മുൻഗാമികളിൽ നിന്നുള്ള ഒരു സംഭവം, അൽ അഹ്നഫ് ഇബ്നു ഖൈസ്, അൽ അഹ്നഫ് ഇബ്നു ഖൈസ് എന്നു പേരുള്ള ഒരു താബിഈ ഉണ്ട്. അദ്ദേഹം കിബാറു താബിഈനിൽപ്പെട്ട ആളാണ്. താബിഈകളിൽ തന്നെ ഒരുപാട് സഹാബിമാരെ കണ്ട താബിഈകൾക്കാണ് അങ്ങനെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൂടുതൽ, നബിയുടെ കാലത്തോട് കൂടുതൽ അടുത്ത താബിഈകൾക്ക് കിബാറു താബിഈൻ. അൽ അഹ്നഫ് ഇബ്നു ഖൈസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ലഹാഖ് എന്നാണ്. ലഹാഖ് ബിൻ ഖൈസ്, ലഹാഖ് ബിൻ ഖൈസ്. അദ്ദേഹം തഫ്സീർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തഫ്സീർ വായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ലഹാഖ് എന്ന് കാണും. അത് ഈ ലഹാഖ് അല്ല, മറിച്ച് അത് വേറെ ആളാണ്. അദ്ദേഹം വേറെ ആളാണ്, ലഹാഖ് ഇബ്നു ഖൈസ് അല്ലെങ്കിൽ അഹ്നഫ് ഇബ്നു ഖൈസ്. രണ്ടു പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ലഹാഖ് എന്നാണ് ശരിയായ പേര്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം ഇബ്നു അസാക്കിർ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇബ്നു കസീർ എടുത്തു കൊടുത്തു. എന്താണ്? അദ്ദേഹം ഒരാളുടെ കയ്യിൽ അന്നഹു റഅ ഫീ യദി റജുലിൻ ദിർഹമ, ഒരാളുടെ കയ്യിൽ ഒരു ദിർഹം അദ്ദേഹം കണ്ടു. ഫഖാൽ, ഇദ്ദേഹം ചോദിച്ചു, ലിമൻ ഹാദ ദിർഹം, ഇത് ആരുടേതാണിത് എന്ന് ഈ താബിഈ ഈ ആളോട് ചോദിച്ചു. ഫഖാല റജുൽ, ഇയാൾ പറഞ്ഞു, ലീ, ഇതാരതാണ്? എന്റേതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഹുവ ലക ഇദാ അൻഫഖ്തഹു ഫീ അജ്രിൻ ഔ ഇബ്തിഗാഇ ശുക്രിൻ. ഇത് നിന്റേതാണ്, ശരി, നീ ഇത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഇത് സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് നിന്റേതാണ്. അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കാന്നുള്ള നിലക്ക് നീ ഇത് സദഖ ചെയ്താൽ നിന്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
യാ ഇബ്ന ആദം, മനുഷ്യ നിന്റെ സ്വത്തിൽ നിന്ന് നിന്റേതെന്ന് പറയാൻ എന്താണുള്ളത്? ഇല്ലാമ അക്കൽത ഫഅഫ്നൈത്, നീ തിന്നു തീർത്തതല്ലാതെ. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ധരിച്ച് ദ്രവിച്ചു പോയതല്ലാതെ. ഔ തസദ്ദഖ്ത ഫഅംളൈത്, അല്ലെങ്കിൽ നീ കൊടുത്തു തീർത്തതല്ലാതെ. നമ്മൾ ഇട്ടതും നമ്മൾ തിന്നതും നമ്മൾ കൊടുത്തതുമാണ് നമ്മളത്, ബാക്കി വെച്ചത് നമ്മുടേതല്ല. എന്നിട്ട് ഈ താബിഈ ഒരു കവിത പാടുകയുണ്ടായി. ഒരു മുൻഗാമിയായ കവിയുടെ വാക്കുകളാണ്. എന്താണ്? അൻത ലിൽ മാലി ഇദാ അംസക്തഹു ഫഇദാ أنت للمال إذا أمسكته فإذا أنفقته فالمال لك. أنت للمال إذا أمسكته فالمال لك وإذا أنفقته فالمال لك. നീ പണം പിടിച്ചു വെക്കുകയാണെങ്കിൽ നിന്റെ ഉടമസ്ഥനാണ് ആ പൈസ, അതിന്റെ അടിമയാണ് നീ. നീ പണം പിടിച്ചു വെക്കുകയാണെങ്കിൽ, പിശുക്ക് വെക്കുകയാണെങ്കിൽ നീ അതിന്റെ അടിമയാണ്. അത് നിന്റേതല്ല, പിന്നെ നീ അതിൻ്റെതാണ്. അതേസമയം നീ ചെലവഴിക്കുകയാണെങ്കിൽ അത് ആരുടേതാണ്? നിന്റേതാണ്. മനസ്സിലായല്ലോ? നീ പിടിച്ചു വെച്ച പൈസയുടെ അടിമയാണ് നീ, കൊടുത്ത പൈസയുടെ ഉടമയാണ് നീ. ഈ കവിത അദ്ദേഹം പാടുകയുണ്ടായി. ഇനി അതാണ് അള്ളാഹു പറഞ്ഞത്, ഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മഖ്ബറകൾ സന്ദർശിക്കുന്നതുവരേക്കും. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ സുർതുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ ഐ സിർതും ഇലൈഹാ, നിങ്ങൾ ആ മഖ്ബറയിലേക്ക് എത്തുകയും വദുഫിൻതും ഫീഹാ, അതിൽ നിങ്ങൾ ഖബറടക്കപ്പെടുകയും ചെയ്യുന്നതുവരേക്കും എന്നാണ് അതിന്റെ അർത്ഥം. സന്ദർശിക്കാതെ എന്താ അർത്ഥം? അവിടെ നിങ്ങൾ അതിന്റെ ആളുകളാകുക, നിങ്ങൾ അവിടെ ഖബറടക്കപ്പെടുക. كما جاء في الصحيح أن رسول الله صلى الله عليه وسلم دخل على رجل. ഈ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് മരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഖബർ സന്ദർശിക്കുക എന്നുള്ളത് മരിക്കുക എന്ന അർത്ഥത്തിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അത് പറയുന്നത്, നബി സന്ദർശിക്കാൻ ചെന്ന ഒരു അറാബിയാണത് പറയുന്നത്. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്, കേൾക്കുക. أن رسول الله صلى الله عليه وسلم دخل على رجل من الأعراب يعوده. ഒരു ഗ്രാമീണ അറബികളിൽപ്പെട്ട ഒരു ആൾ, അദ്ദേഹം പ്രായമായി പനി വന്ന് കിടക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ ബഅസ്, ബാക്കി എന്താ? തഹൂർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. ലാ ബഅസ് തഹൂർ ഇൻഷാ അല്ലാഹ്. അത് പ്രാർത്ഥന രൂപത്തിലും അതല്ല ഒരു സന്തോഷ വാർത്ത അറിയിക്കാന്നുള്ള രൂപത്തിലും അതിന്റെ അർത്ഥം പറയാം. ഇൻഷാ അല്ലാഹ് മാറും, ലാ ബഅസ്, കുഴപ്പമില്ലാതെ തഹൂർ, എല്ലാം ശരിയാവും, ശുദ്ധിയാവും, രോഗം മാറും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. ഇത് പറഞ്ഞപ്പോ ഇദ്ദേഹം അറാബിയാണല്ലോ, ഗ്രാമീണ അറബികൾ, അവരുടെ സംസാരം അറിയാം, പൊതുവെ ഒരു ചില മര്യാദകൾ അവർക്ക് അറിയണമെന്നില്ല. ഫഖാൽ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ രോഗി പറഞ്ഞു, ഖുൽത തഹൂർ, ശരിയാവും, ഇനി സുഖാവും എന്നാണോ നിങ്ങൾ പറയുന്നത്? ബൽ ഹിയ ഹുമൻ തഫൂറു അലാ ശൈഖിൻ കബീർ, ബൽ ഹിയ ഹുമാ തഫൂറു അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. ഇതങ്ങനെ തഹൂറ എന്നതല്ല, ഇത് തിളച്ചു മറിയുന്ന പനിയാണ്. വന്നതായിരിക്കണം അലാ ശൈഖിൻ കബീർ, പ്രായമുള്ള ഒരാൾക്ക് വന്നതാണ്, തിളച്ചു മറിയുന്ന പനിയാണിത്. തുസീറുഹുൽ ഖുബൂർ, ഇദ്ദേഹത്തെ എന്ത് ചെയ്യും? ഖബറിന്റെ അടുത്തേക്ക് സിയാറത്തിന് ഈ പനി കൊണ്ടുപോകും. അവിടെ സിയാറത്തിന് ഉദ്ദേശിച്ചത് എന്താണ്? മരിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇദ്ദേഹത്തിന്റെ വാക്കുകളുടെ ഫസാഹത്ത് നോക്കൂ, ബലാഗത്ത്. ഈ അറാബികളുടെ പ്രത്യേകത എന്താണ്? അവരുടെ സംസാരം സ്ഫുടമായ അറബിയായിരിക്കും. ഒരു നഹ്വിയാക്കൾ, അതായത് അറബി നഹ്വിൽ, ഗ്രാമറിൽ രണ്ട് ആളുകൾ തമ്മിൽ തർക്കിച്ചാൽ, വലിയ ആലിമുകളൊക്കെ തമ്മിൽ തർക്കിച്ചാൽ പഴയ കാലത്ത് എന്താ ചെയ്യാറുള്ളത്? അറാബികളുടെ അടുത്തേക്ക് പോകും, എന്നിട്ട് ചോദിക്കുക ഏതാ ശരി. കാരണം അവരുടേതാണ് ഏറ്റവും ഫസീഹായ, ഏറ്റവും സ്ഫുടം ആയ, ക്ലിയർ ആയ അറബി, ഗ്രാമീണ അറബി. അതുകൊണ്ടാണ് കുട്ടികളെ ആ കാരണം കൊണ്ടുകൂടിയാണ് മുല കൊടുക്കാൻ എങ്ങോട്ടേക്ക് അയക്കുന്നത്? അറാബികളുടെ അടുത്തേക്ക് ചെറിയ പ്രായത്തിൽ കുട്ടികളെ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടുന്ന് ഈ
ഫസീഹ് എന്നാണ് അതിന് പറയാം, ഫസീഹായ ഭാഷ പഠിക്കുവാൻ, ഗ്രാമറൊക്കെ വളരെ കറക്റ്റായ ഭാഷ പഠിക്കുവാൻ. അദ്ദേഹം ഈ പറഞ്ഞ ആ വാചകത്തിലുള്ള ഭംഗി നോക്കുങ്ങൾ എന്താ പറഞ്ഞത്? ബൽ ഹിയ ഹുമൻ തഫൂർ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. റായിൽ അവസാനിച്ചുണ്ടോ? ആ സമയത്ത് പോലും സംസാരം നോക്ക്. ബൽ ഹിയ ഹുമ തഫൂർ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. ഇത് തിളച്ചു മറിയുന്ന പനിയാണ്, വന്നതൊരു വയസ്സനാണ്, ഇത് ഖബറിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഅമിദൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു. ഇത് പല കിതാബുകളിൽ, കിതാബ് എന്ന് ഉദ്ദേശിച്ചത് സഹീഹുൽ ബുഖാരിയിലെ തന്നെ പല അധ്യായങ്ങളിൽ ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ അലാമാത്തുൻ നുബുവ, നുബുവത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് എന്നുള്ള പദം പിൽക്കാലക്കാരായ ഉലമാക്കളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. നബിമാരിലൂടെ അള്ളാഹു കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് മുഅ്ജിസ എന്ന വാക്ക് പിൽക്കാലത്തുള്ള ഉലമാക്കളാണ് പ്രയോഗിക്കാൻ തുടങ്ങിയത്. പഴയ ഉലമാക്കൾ പ്രയോഗിക്കാറുള്ളത് ആയാത്ത് എന്നൊക്കെയാണ്. ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ. അതുപോലെ ദലായിലുൻ നുബുവ, ആ പേരിൽ കിതാബുകൾ തന്നെ ഉണ്ട്. ദലായിലുൻ നുബുവ, നുബുവത്തിന്റെ അടയാളങ്ങൾ എന്നൊക്കെയാണ് അവർ പ്രയോഗിക്കാറുള്ളത്. മുഅ്ജിസത്ത് എന്ന വാക്ക് പിൽക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടതാണ്. പിൽക്കാല പണ്ഡിതന്മാരാണ് മുഅ്ജിസത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആയാത്ത്, ദലായിലുൻ നുബുവ എന്നൊക്കെയാണ് പഴയ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് ഒരു അത്ഭുതം കൂടിയാണ്. കാരണം ഇത് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇദ്ദേഹം പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു എന്നാൽ അങ്ങനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പിന്നെ അത് സംഭവിക്കുകയുണ്ടായി. അപ്പൊ ഇതെന്തിനാ ഇവിടെ ഇബ്നു കസീർ കൊണ്ടുവന്നത്? അത് ചോദിക്കട്ടെ. തുസീറുഹുൽ ഖുബൂർ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഉദ്ദേശിച്ചത് എന്താണ്? മരിക്കുക എന്നുള്ളതാണ്. പക്ഷെ തുസീറുഹു, ഖബർ സിയാറത്ത്, എന്നെ ഖബർ സിയാറത്തിന് കൊണ്ടുപോകുന്ന പനിയാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ നല്ല ഫുസ്ഹയായ ഭാഷ പ്രയോഗിക്കുന്ന അറാബിയാണിത് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഇനി മാത്രമല്ല, മുൻഗാമികളിൽപ്പെട്ട താബിഇകളിൽപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഖലീഫയായിരുന്നു. താബിഇകളിൽ വളരെ അറിയപ്പെട്ട ആളാണ്. ഇമാം സുഹരിയോട് ഹദീസുകൾ ക്രോഡീകരിക്കാൻ കൽപ്പിച്ചതും ആരാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന് അറിയപ്പെടുന്ന ആളാണ്. അതായത് ഉമറിന്റെ പരമ്പര അദ്ദേഹത്തിനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അദ്ദേഹത്തിന്, ഉമറിന്റെ മകന്റെ മകളുടെ മകൻ എന്നാണ് എന്റെ ഓർമ്മ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകളുടെ മകൻ എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ, ഈ ആയത്ത് അദ്ദേഹത്തിന്റെ അടുത്തൊരാൾ ഓതിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, മാ അറൽ മഖാബിറ ഇല്ലാ സിയാറ വമാ ലിസ്സാഇരി ബുദ്ദുൻ മിൻ അൻ യർജിഅ ഇലാ മൻസിലിഹി. അദ്ദേഹം പറഞ്ഞു, ഓതിയ ആൾ മൈമൂൻ എന്ന അടുത്തുള്ള ആളോട് പറഞ്ഞു, യാ മൈമൂൻ, ഈ ഖബർ സിയാറത്ത് ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു സായിറിന് അഥവാ ഒരു സന്ദർശകനായി ചെല്ലുന്ന ആൾ അയാളുടെ യഥാർത്ഥ മൻസിലിലേക്ക് എന്തായാലും മടങ്ങിപ്പോണം. വേണ്ടേ? സ്ഥിരം താമസിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് യഥാർത്ഥ മൻസിൽ എന്ന് പറഞ്ഞാൽ? ഇമ്മ ജന്ന വ ഇമ്മ നാർ, ഒന്നിക്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ സുർത്തും എന്ന് പ്രയോഗിച്ചത്. അത് കൃത്യമായ പ്രയോഗമാണ്. കാരണം അവിടെ ചെല്ലുന്നത് സന്ദർശകരായിട്ടാണ്. പിന്നെ യഥാർത്ഥ സ്ഥലത്തേക്ക് പോകാനുണ്ട്, അവിടെ സ്ഥിരമല്ല. അതുകൊണ്ടാണ് അള്ളാഹു സിയാറ, സൂർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മളെ നല്ല മഞ്ചിലായ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഖബർ എന്ന് പറഞ്ഞാൽ അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, മൻസിലിന്റെ പരലോകത്ത് ഇറങ്ങാനുള്ള താവളങ്ങളിൽ ഒന്നാമത്തെ താവളം ഏതാണ്? ഖബറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. ഉസ്മാൻ ഉദ്ധരിക്കാൻ അവിടുന്ന് കരയാറുണ്ടായിരുന്നു ഖബർ കാണുമ്പോൾ. സ്വർഗവും നരകവും പറയപ്പെട്ടാൽ കരയാറുണ്ടായിരുന്നതിനേക്കാളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് കേട്ടാൽ, ഖബർ സ്മരിക്കപ്പെട്ടാൽ കരയാറുണ്ടായിരുന്നു എന്നാണ്. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചില ആളുകൾക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ അവരുടെ മനസ്സ് കൂടുതൽ നന്നാവുന്നത് സ്വർഗത്തെ കുറിച്ച് കേട്ടാലായിരിക്കും.
ചിലർക്ക് നരകത്തെക്കുറിച്ച് കേട്ടാലായിരിക്കും, ചിലർക്ക് ഖബറിനെ കുറിച്ച് കേട്ടാലായിരിക്കും. അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് കൂടുതൽ കേൾക്കുകയും ചെയ്യണം. നമുക്ക് ഏതാണ് മാറ്റം ഉണ്ടാക്കുന്നത് കൂടുതൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. കല്ല സൗഫ തഅലമൂൻ, പിന്നെന്താ സുമ്മ കല്ല സൗഫ തഅലമൂൻ, 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. അല്ല വഴിയെ നിങ്ങൾ അറിയും, അല്ല വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. എന്തിനാണ് 2 തവണ ആവർത്തിച്ചു പറഞ്ഞത്? നോക്കൂ, നിങ്ങൾ മുൻഗാമികൾ പറഞ്ഞ 2 അഭിപ്രായങ്ങൾ, പക്ഷെ രണ്ടും നമ്മൾ മുമ്പ് പറയുന്നത് പോലെ എന്താണ്, എതിരാവുകയില്ല, മറിച്ച് ഒന്നും മറ്റതിനോട് ബന്ധപ്പെടുന്ന, രണ്ടും പരസ്പരം ബന്ധമുള്ളതാണ്, ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊള്ളും. നോക്കൂ, നിങ്ങൾ ഹസനുൽ ബസരി പറഞ്ഞതായി ഇബ്നു കസീർ പറയുന്നു, ഹാദാ വഈദും ബഅദ വഈദ്. ഇതെന്തിനാണ് 2 തവണ അല്ലാഹു പറഞ്ഞത്? ഇത് താക്കീദിന് ശേഷമുള്ള മറ്റൊരു താക്കീദാണ്, താക്കീദിന് ശേഷമുള്ള താക്കീദാണിത് എന്ന് പറഞ്ഞു. ഇൻ ലഹാഖ് മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞു كلا سوف تعلمون يعني الكفار ثم كلا سوف تعلمون يعني أيها المؤمنون. ആദ്യം കല്ലാ സൗഫ തഅലമൂൻ നിങ്ങൾ വഴി അറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞത് ആരോടാണ്? കാഫിറുകളോട്, നിങ്ങൾ അറിയും. സുമ്മ പിന്നെ പറഞ്ഞ ആരോടാണ്? മുഅ്മിനുകളെ നിങ്ങളും വഴിയെ അറിയും. ഇത് മറ്റതിനെതിരാണോ? അല്ലല്ലോ, അല്ല, അത് താക്കീത് തന്നെ, ശരിയാണ്, താക്കീതാണ്. മുഅ്മിനുകളെയും അല്ലാഹു എന്ത് ചെയ്യും? താക്കീത് ചെയ്യും. ألم يأن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبلهم فطال عليهم الأمد فقست قلوبهم. سورة الحديد الله برنو ألم يأن للذين آمنوا മുഅ്മിനുകൾക്ക് ഈമാൻ ഉള്ളവർക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഖുശൂആവാൻ അവർക്ക് സമയമായില്ലേ? വലാ യകൂനു, ആവാതിരിക്കാൻ ആരെപ്പോലെ? കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാൻ ഇവർക്ക് നേരായില്ലേ? അവർക്ക് എന്താ സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദ്, കാലം ഒരുപാട് കഴിഞ്ഞുപോയി, കിതാബ് കിട്ടി മുസ്ലിങ്ങളായിട്ട് കാലം അങ്ങനെ കഴിഞ്ഞുപോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ കടുത്തുറച്ചുപോയി. അത് ശ്രദ്ധിക്കണം. പണ്ടേ ദീൻ കിട്ടിയ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണെന്ത്? കാലം കഴിയുന്നതിന് അവരത് വിട്ടുപോകും, അവരുടെ കൽബിന് കസാവത്ത് വരും, തൗഹീദിനോടുള്ള താല്പര്യം പോകും, സുന്നത്തിനോടുള്ള താല്പര്യം പോകും, ഹലാല് ഹറാമുകളോടുള്ള അതിനോടുള്ള ശ്രദ്ധ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്ത് എന്താ സംഭവിക്കുക? ഒരാൾ സമ്പാദിക്കും, പക്ഷേ ലാ യുബാലി, അവൻ നോക്കുകയില്ല, അമിനൽ ഹലാൽ അമിനൽ ഹറാം, ഹലാലാണോ ഹറാമാണോ നോക്കുകയില്ല. ഇങ്ങനെയുള്ള ദീനിനോടുള്ള ഒരു അലംഭാവം കാലം കഴിയുന്നതിന് വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുതുക്കിക്കൊണ്ടേയിരിക്കണം ദീൻ, തൗഹീദ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് മറന്നു പോകും തൗഹീദ്. തൗഹീദ് നമ്മളെക്കാളും വലിയ ആളുകൾ മറന്നിട്ടുണ്ട് 40 ദിവസം കൊണ്ട്. അതും നബി ഉണ്ടായിരിക്കെ, അവരുടെ കൂടെ നബി ഉണ്ടായിരിക്കെ, ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരിക്കെ, ഹാറൂൻ നബിയെ കൊല്ലാൻ ചെന്നവർ പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങി. ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അള്ളാഹു രക്ഷപ്പെടുത്തിയ വലിയ ആയാത്തുകൾ കണ്ട ഖൗമാണത്. എന്നിട്ട് ശിർക്കിലെത്തി. തടയാൻ ചെന്ന ഹാറൂൻ നബിയെ കൊല്ലാൻ പോയി. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതാണ്. 40 ദിവസം കൊണ്ട് വന്നു നോക്കുമ്പോ ഇവര് ബിംബങ്ങൾ, ഈ പശുക്കുട്ടി ആരാധിക്കാൻ. തൗഹീദ് മറന്നുപോകും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും. അതുകൊണ്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം. എല്ലാ 5 നേരം അള്ളാഹു നിസ്കാരം വെച്ചിട്ടില്ലേ, അതിലെ ഖുശൂആണ് ആദ്യം നഷ്ടപ്പെടുകയെന്ന് മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ബാക്കിയുള്ള ദീനിയായ കാര്യങ്ങളിലേക്കും ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മുഅ്മിനുകൾക്ക് ഉള്ളതാണ്. ഒരഭിപ്രായ പ്രകാരം എന്താ? ഒന്നാമത്തെ കല്ലാ സൗഫ തഅലമൂൻ കുഫാറുകളോട്, രണ്ടാമത്തത് മുഅ്മിനുകളോട്. മറ്റൊന്നെന്താണ്? താക്കീദിനു ശേഷമുള്ള താക്കീദ്. രണ്ടും പരസ്പരം യോജിക്കുന്നതാണ്. ഇനി നോക്ക്, കല്ലാ ലൗ തഅലമൂന ഇൽമുൽ യഖീൻ. ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ലൗ അലിംതും ഹഖ്ഖൽ ഇൽമി ലിമാ അൽഹാകും അത്തകാസുറു അൻ തലബിദ്ദാരിൽ ലമാ അൽഹാകും അത്തകാസുറു അൻ തലബിദ്ദാരിൽ ആഖിറ ഹത്താ സിർതും ഇലൽ മഖാബിർ. യഥാർത്ഥ ഇൽമു നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ മരണം വരേക്കും ഈ തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കുമായിരുന്നില്ല എന്നാണ് അവിടെ ലൗ എങ്കിൽ എന്ന് പ്രയോഗിച്ചതിന്റെ അർത്ഥം. കല്ലാ ലൗ തഅലമൂന ഇൽമുൽ യഖീൻ. ബാക്കി എന്താ? അടുത്ത ആയതെന്താ? ലതറവുന്നൽ ജഹീം, നിങ്ങൾ അൽ ജഹീം കാണുക തന്നെ ചെയ്യും. ജഹീം എന്നത് നരകത്തിന്റെ പേരാണ്. ലതറവുന്ന അൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും.
ثم لترونها عين اليقين. عين اليقين നിങ്ങൾ ആയിക്കൊണ്ട് അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് മുൻഗാമികൾ നൽകിയ വിശദീകരണം ഐനൻ യഖീനൻ ലസ്തും അൻഹാ ബിഗായിബിൻ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അവ്യക്തതയും ആ സമയത്ത് ഉണ്ടാവുകയില്ല, കണ്ണുകൊണ്ട് കാണും യൗമൽ ഖിയാമ. ഇനി 3 നിലക്കുള്ള യഖീനുകളുണ്ട്. ഒന്ന് ഇൽമുൽ യഖീൻ, 2 ഐനുൽ യഖീൻ, 3 ഹഖുൽ യഖീൻ. ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട്? ഹഖുൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം, ഒരു സംശയമില്ല, ബോധ്യപ്പെടുക. അപ്പൊ ഇൽമ എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിവെന്നാണ് അതിന്റെ അർത്ഥം. ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതിന് പല അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഐൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് കണ്ണ്, പിന്നെ പ്രധാനപ്പെട്ട ആൾ. ഇപ്പോ അയാനു തലശ്ശേരി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ആളുകൾ. അയാൻ തലശ്ശേരിയുടെ കണ്ണുകൾ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ആളുകൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് അയാൻ. അതുപോലെ പിന്നെ ഉപയോഗിക്കാറുള്ളത് ഐൻ എന്ന് പറഞ്ഞാൽ അരുവി, പുഴക്കെന്ന് പറയും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നദികൾ ഒഴുക്കി. ഐൻ എന്ന് പറഞ്ഞാൽ ജലാശയത്തിനും ഐൻ എന്ന അർത്ഥം. അതുപോലെ ചാരൻ എന്ന അർത്ഥത്തിൽ എന്തുപയോഗിക്കാറുണ്ട്? ഐൻ ഉപയോഗിക്കാറുണ്ട്. ഒരാളെ ഒരു ചാരനായി കാര്യങ്ങൾ അറിയാൻ വേണ്ടി രഹസ്യമായി നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ ഒരു സ്ഥലത്താക്കി അയാൾ എന്ത് പറയും? ഐൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം. കണ്ണെന്നാണ് പൊതുവെ പറയാറുള്ളത്. പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഒരാള് പറയാം, ഒരാളെ കുറിച്ച് പറഞ്ഞു, അയാള് അവിടെ ഫിത്ന തീർക്കുകയാണ് എന്ന നിലക്ക് അയാള് അഭിനയിക്കുന്നു. ആ നാട്ടിലെ കുഴപ്പങ്ങളൊക്കെ തീർക്കുന്ന ആളാണ് എന്ന നിലക്ക് അയാൾ അഭിനയിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ തന്നെയാണ് അവിടെ ഫിത്നന്റെ ആൾ. അങ്ങനെയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാളെ പറയാൻ വേണ്ടി പൊതുവെ അറബികൾ പ്രയോഗിക്കാറുണ്ട്, അയാൾ ഫിത്ന തീർക്കുന്ന ആളല്ല, ബൽ ഹുവ ഐനുൽ ഫിത്ന, അവനാണ് ഫിത്നയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? അവനാണ് അതിന്റെ ഏറ്റവും വലിയ ആൾ. മനസ്സിലായി? അതിന്റെ പ്രയോഗം മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ അതുപോലത്തെ ഒരു പ്രയോഗമാണ്. അത് വെച്ച് നിങ്ങൾ നോക്കിയത് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവസാനത്തതാണ് ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ. ഇത് 3 എന്താണ്? ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ. ഒരു കാര്യത്തെക്കുറിച്ച് ഇൽമുൽ യഖീൻ ഉണ്ടാവുന്നത്, അയാൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇൽമുൽ യഖീൻ ഉണ്ടായി എന്ന് പറയുന്നത് അയാളത് കണ്ടിട്ടില്ല, അയാളതിൽ പ്രവേശിച്ചിട്ടില്ല, അയാളത് തൊടുകയോ അയാളത് കാണുകയോ ചെയ്തിട്ടില്ല. പിന്നെ അയാളത് അതിനെക്കുറിച്ച് യഖീൻ ഉണ്ടായത് എങ്ങനെയാണ്? അൻ ദലാഇൽ, തെളിവുകൾ കൊണ്ട്. ഒരാൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അയാൾ കാണാതെ, അയാൾ തൊടാതെ, പ്രവേശിക്കാതെ ഒരാൾ കുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് എന്തുണ്ടെന്നാണ് പറയുക? ഇൽമുൽ യഖീൻ. ഇപ്പൊ ഒരു നല്ല മുഅ്മിനിന് സ്വർഗത്തെക്കുറിച്ച് എന്തുണ്ടാവും? ഇൽമുൽ യഖീൻ. കാരണം തെളിവുകൾ കൊണ്ട് അയാളത് അയാൾ കണ്ടിട്ടില്ല, അയാൾ തൊട്ടിട്ടില്ല, കയറിയിട്ടില്ല. ഇൽമുൽ യഖീൻ. രണ്ടാമത്തേതാണ് ഐനുൽ യഖീൻ. രണ്ടാമത്തേതാണ് ഐനുൽ യഖീൻ ഉണ്ടാകുന്നത് നേരിട്ട് കാണുക കൂടി ചെയ്താലാണ്. തൊട്ടിട്ടില്ല, കയറിയിട്ടില്ല, പിന്നെന്ത് ചെയ്തു? കണ്ണുകൊണ്ട് കാണുക കൂടി ചെയ്തു. അപ്പൊ എന്തു പറയാം? അയാൾക്ക് എന്തുണ്ടായി? ആ വിഷയത്തിൽ ഐനുൽ യഖീൻ ഉണ്ടായി. മൂന്നാമത്തത് ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അയാളത് ഇത് കാണുക മാത്രമല്ല, അയാളത് തൊട്ടു, സ്പർശിച്ചു, അയാൾ അതിനുള്ളിൽ പ്രവേശിച്ചു. അപ്പൊ എന്തായി? ഹഖുൽ യഖീൻ. ഇനി യാതൊരു സംശയവും അതിലില്ല. കേട്ട് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞാൽ ചില അവ്യക്തതകൾ അവിടെ ഉണ്ട്, കണ്ടാലും ചില അവ്യക്തതകൾ അവിടെ ഉണ്ട്. മിന്നുന്നെല്ലാം പൊന്നല്ലോ, കണ്ടാലും ചില അവ്യക്തതകളുണ്ട്. പക്ഷേ തൊട്ടു അതിൽ പ്രവേശിച്ചു, പിന്നെന്തില്ല? യാതൊരു അവ്യക്തതയില്ല. ഇതാണ് 3 ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. لترون الجحيم ثم لترونها عين اليقين ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين.
നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. എങ്ങനത്തെ യഖീനാണ്? ഇൽമുൽ യഖീൻ ഉണ്ടാകുന്ന നിലക്ക് നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവിടെ കാണാതെ പ്രവേശിക്കാതെ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഉദ്ദേശം. അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. നിങ്ങളത് കാണുക തന്നെ ചെയ്യും. മുഅ്മിനും കാണും, കാഫിറും കാണും. കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കത്ത് വരാതെ. അത് അല്ലാഹുവിങ്കൽ ഖണ്ഡിതമായി അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞതാണ്. അപ്പോ ഇതാണ് എന്ത് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കും ഉള്ളതാണ്, മുസ്ലിമിനും കാഫിറിനും ഉള്ളതാണ്. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഉദാഹരണം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ പെട്ടെന്ന് മനസ്സിലായുള്ള ഒരു ഉദാഹരണം കഅബ. കഅബയെ കുറിച്ച് ഒരാൾ കേട്ടു, അപ്പൊ അയാൾക്ക് അതിനെ കുറിച്ച് എന്തുണ്ടായി? ഇൽമുൽ യഖീൻ ഉണ്ടായി, കേട്ട് മനസ്സിലാക്കി. അയാൾ അതിനെ അവിടെ ചെന്ന് കണ്ടു, അപ്പൊ എന്തുണ്ടായി? ഐനുൽ യഖീൻ ഉണ്ടായി. അയാളെ തൊട്ടു, അതിന്റെ ഉള്ളിൽ കയറി, അപ്പൊ അയാൾക്ക് എന്തുണ്ടായി? ഹഖുൽ യഖീൻ ഉണ്ടായി. ഇനി നോക്ക്, അടുത്ത ആയത്ത് എന്താണ്? അവസാനത്തെ ആയത്ത് സുമ്മ ലതുസ്അലുന യൗമഇദിൻ അനിൻ നഈം. സുമ്മ പിന്നെ ലതുസ്അലുന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, യൗമഇദിൻ അന്നേ ദിവസം അനിൻ നഈം. ഒരുപാട് ഹദീസുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ വായിക്കാം. അൻ അബി അസീബ് ഖാൽ, അബൂ അസീബ് പറയുന്നു. ആരാണ്? അബൂ അസീബ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല, നബിയുടെ ഒരു അടിമയായിരുന്നു. അബൂ അസീബ് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ. നബി ഒരിക്കൽ ഒരു രാത്രി പുറത്തിറങ്ങി. ഫമറ ബി, അപ്പൊ നബി കണ്ടു, എന്റെ അടുത്തൂടെ കടന്നുപോയി. ഫദാനി, നബി എന്നെ വിളിച്ചു. ഫഖറജ്തു ഇലൈഹി, ഞാൻ നബിയുടെ കൂടെ ചെന്നു. സുമ്മ മറ ബി അബി ബക്കർ ഫദആ ഫഖറജ ഇലൈഹി, പിന്നെ നബി ആരെ കണ്ടു? ആരേണ്ടത്? അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു. അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടി. സുമ്മ മറ ബി ഉമർ ഫദആഹു ഫഖറജ ഇലൈഹി, പിന്നെ ആരെ കണ്ടു? ഉമറിനെ കണ്ടു, അദ്ദേഹത്തെയും കൂടെ കൂട്ടി. ഫൻതലഖ ഹത്താ അതാ ഹായിതൻ ലിബഅദിൽ അൻസാർ. അങ്ങനെ ഇവരൊക്കെ നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമറും അസീബും നടന്നു പോവുകയാണ്. അബൂ അസീബ് ഇവർ ഒരു അൻസാരിയുടെ വീട്ടിന്റെ അടുത്തെത്തിയ, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മതിലിന്റെ അടുത്തെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പറഞ്ഞു, അതിന്റെ അടുത്ത് ആ വീട്ടുകാരനോട് പറഞ്ഞു, അത്ഇംന, നിങ്ങൾ നമുക്ക് ഭക്ഷണം തരൂ. മറ്റൊരു റിവായത്തിൽ അത്ഇംന ബുസ്റ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ബുസ്ർ തരൂ. ബുസ്ർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ ഓരോ ഘട്ടത്തിലും അറബി ഭാഷയിൽ അതിന് ഓരോ പേരുണ്ട്. ആദ്യം ചെറുതായി ഉണ്ടായാൽ എന്താ പേര്, കുറച്ച് വലുതായാൽ എന്താണ്, പിന്നെ മൂത്താൽ എന്താ, ഉണങ്ങിയാൽ, ഓരോന്നിനും ഓരോ ഘട്ടത്തിലും ഓരോ പേരാണ്. അത് അറബി ഭാഷയുടെ പ്രത്യേകത. അപ്പോ ഇളനീരിന് ഇപ്പൊ ബുസ്ർ പറയാനുണ്ടാവും, പക്ഷെ ഈ ഹദീസിൽ പ്രയോഗിച്ച അർത്ഥം എന്താണ്? ഈത്തപ്പഴം എന്നാണ്. അത് ആ ഹദീസിന് മക്കൾ പഴയ വിശദീകരണം ഉണ്ടാവുമല്ലോ, അതെന്നാണ് ഞാൻ പറയുന്നത്. ബുസ്ർ. അതുപോലെ പിന്നെ കുറച്ചുകൂടി ആയാൽ വേറെ പേരാണ് അതിന് പറയാം. പിന്നെ അവസാനത്തെ പേരാണ് തമ്മ്. അവസാനത്തെ പേരാണ് തമ്മ്. കാരക്കയായാൽ അതിന്റെ പേരാണ് തമ്മ്. ഒട്ടകത്തിനും അങ്ങനെ തന്നെ ഓരോ ഘട്ടത്തിലും ഓരോ പേരുണ്ട്. ഒരു കുട്ടിക്കും അങ്ങനെ തന്നെയാണ്, ഓരോ ഘട്ടത്തിലും ഓരോ പേര്. കള്ളിന് ഒരുപാട് പേരുകളുണ്ട്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് പേരുകൾ അറബി ഭാഷയിൽ ഉണ്ടാവും. അങ്ങനെ അത്രയും സമ്പന്നതയുള്ള ഭാഷയാണ്. കുറച്ച് ബുസ്ർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം എന്ന് പറയുന്ന അതും ആകുന്നതിന് മുമ്പ്. കാരക്ക, ഈത്തപ്പഴം കുറച്ചങ്ങോട്ട്, കേരളത്തിൽ തന്നെ കുറച്ചങ്ങോട്ട് എന്നാൽ എല്ലാത്തിനും കാരക്കാന്ന് പറയാം. നമ്മൾ കുറച്ച് ഉണങ്ങാത്തതിന് ഈത്തപ്പഴം, ഉണങ്ങിയതിന് കാരക്കാന്നല്ലേ പറയാം. കുറച്ചങ്ങോട്ട് എല്ലാത്തിനും കാരക്കാന്ന് പറയാറുണ്ട്. ഈത്തപ്പഴവും ആകുന്നതിന് കുറച്ച് മുൻപ്, ആ സമയത്താണ് എന്ത് പറയുക? ബുസ്ർ എന്ന് പറയുക. ബുസ്ർ, കുറച്ച് ബുസ്ർ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഒരു റിവായത്തിൽ അത്ഇംന, ഞങ്ങൾക്ക് ഭക്ഷണം തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫജാഅ ബിഇദ്ഖിൻ ഫവദഅഹു, ഈ വീട്ടുകാരൻ വന്നു. വീട്ടുകാരന്റെ പേര് ഈ ഹദീസിൽ പറയുന്നില്ല. എന്നാൽ വേറൊരു റിവായത്തിൽ അബുൽ ഹൈസം എന്ന സഹാബിയുടെ വീട്ടിലാണ് നബി പോകുന്നത്. അതും ഇതും ഒരേ സംഭവമാണെന്നും അല്ലെന്നും
അഭിപ്രായമുണ്ട്, രണ്ടും ആവാം, വല്ലാഹു അലം. ഇദ്ദേഹം എന്ത് ചെയ്യും, ഫജാഅ ബിഇദ്ഖിൻ, ഒരു ഐദ്ഖ്, ഒരു അതിന്റെ ഒരു കൊലയും കൊണ്ടുവന്നു. അതിന്റെ ഒരു കുലയും കൊണ്ട് വന്നു. ഐദ്ഖ് എന്നുള്ളത് വാക്ക് നമ്മൾ അഹ്കാമുൽ ജനായിസിൽ വായിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചുപോയ സഹാബി ഇദ്ദേഹത്തിന് വേണ്ടി എത്ര പഴക്കുലകളാണ് സ്വർഗത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാം. അവിടെ ഉപയോഗിച്ച വാക്കാണ് ബിഇദ്ഖിൻ. ഫവദഅഹു, അദ്ദേഹം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. ഫഅകല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, നബിയും കൂട്ടുകാരും അതിന് തിന്നു. ثم دعا بماء بارد فشرب, പിന്നെ നബി ആവശ്യപ്പെട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ടുവന്നിട്ട് അത് കുടിച്ചു. തണുത്തത് കുടിച്ചു. ചൂടുള്ളത് കുടിക്കുന്നത് സഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതില് ചൂട് കൂടുന്നതിന് അതിലെ ബറക്കത്ത് കുറയും. ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ, ചൂടുള്ള കഴിക്കൽ ഹറാമല്ല, പക്ഷെ എന്താണ്, സഹാബത്ത് കഴിച്ചിരുന്നില്ല. ഹറാമാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ സഹാബത്ത് ബറക്കത്ത് ഉണ്ടാവില്ല എന്നാണ് ചൂടുണ്ടായി. സഹാബത്തിന് ചൂടുള്ള ഉണ്ടായി കൊടുത്താൽ അവർ പറയും, നമുക്ക് അള്ളാഹു ഞാറല്ല തിന്നാൻ തന്നത്, ഞാറല്ല അള്ളാഹു തിന്നാൻ തന്നത്, തീയല്ലല്ലോ തന്ന. എന്നിട്ട് അവര് ചൂട് പോയതിനു ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്, ചൂട് ഉള്ളതിനെന്തില്ല, ബർക്കത്തില്ല, ചൂട് കുറഞ്ഞതിനാണ് ബർക്കത്ത്. നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? ചൂടോടെ എന്ന് നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്, പക്ഷെ സഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. അതാ ബർക്കത്തില്ല, അപ്പൊ അങ്ങനെയാണ്. അല്ലാഹു അലം. ഫശരി, തണുത്ത വെള്ളം കൊണ്ടുവന്നു, അത് കുടിച്ചു. വഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ശ്രദ്ധിക്കണം, എന്താ കഴിച്ചത്? ഈത്തപ്പഴം ആകാത്ത ഒരു ബുസർ കുറച്ച്, എന്നിട്ട് തണുത്ത വെള്ളം. ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ, റസൂലുള്ളാഹി പറയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടും. ഖാൽ, അപ്പൊ ഇത് കേട്ടപ്പോ ഈ സഹാബി പറയാണ്, ഫഅഖദ ഉമർ അൽ ഇദ്ഖ് ഫളറബ ബിഹിൽ. ഇത് കേട്ടപ്പോ ഉമർ എന്തായി, ആ കൊല അങ്ങനെ തന്നെ എടുത്ത് താഴ്ത്തുപോയി. ഉമർ പെട്ടെന്ന് അത് കേട്ടിട്ടുള്ള മുല്ല അലിയുൽ ഖാരി ഒക്കെ ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നത്, ഉമറിന് പെട്ടെന്ന് അത് കേട്ടപ്പോ ഒരു ബോധം എവിടെ ആയിപ്പോയി, അങ്ങനെ അത് ഇട്ടുപോയി താഴേക്ക്. എന്താ നബി പറയുന്നത്, ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. എന്നിട്ട് ഉമർ പറയാം, ഹത്താ തനാസറ അൽ ബുസ്റു ഖിബല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ബുസ്റക്ക കൊലയിന് അതിന് ഇളകി നബിയുടെ മുന്നിലേക്ക് വീണു. ഉമറിന്റെ കയ്യിൽ നിന്ന് അത് വീണപ്പോ ഉമർ താഴെ ഇട്ടപ്പോ. സുമ്മ ഖാൽ, എന്നിട്ട് ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലമസ്ഊലുന അൻ ഹാദാ യൗമൽ ഖിയാമ, ഇതിനെക്കുറിച്ച് നമ്മൾ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നോ? ഏതിനെക്കുറിച്ച്? ഈ ബുസറിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നോ? ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾക്കൊഴികെ, 3 കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാത്തിനും അനുഗ്രഹം എന്ന നിലക്ക് അതിനെന്ത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെന്ത് ശുക്ർ കാണിച്ചു അള്ളാഹു ഈ തന്നതിന്, എന്ത് ശുക്ർ കാണിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത്, എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും, 3 എണ്ണം ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിർഖത്തുൻ ലഫ ബിഹ അർറജുലു ഔറതഹു, ഒന്ന്, ഒരു മനുഷ്യൻ അയാളുടെ ഔറത്ത് മറക്കാൻ വേണ്ടി ഉപയോഗിച്ച തുണിക്കഷ്ണം, ആ അനുഗ്രഹം അള്ളാഹു എന്ത് ചെയ്യില്ല, അതിന് അത് ചോദ്യം ചെയ്യപ്പെടില്ല. നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അള്ളാഹു ചോദിക്കുകയില്ല. ഔ കിസ്റത്തുൻ സദ്ദ ബിഹ ജവാഅതഹു, അടുത്തത് ഒരു കഷ്ണം, ഭക്ഷണത്തിന്റെ ഒരു കഷ്ണം, എന്തിനയാൾ ഉപയോഗിച്ചു? അയാളുടെ വിശപ്പടക്കാൻ ഉപയോഗിച്ചു. അതിന്റെ അപ്പുറത്തുള്ളതായതുകൊണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, ബുസറിനെ കുറിച്ച്. വിശപ്പിന്റെ പരിധി കഴിഞ്ഞിട്ട് കഴിച്ചതുകൊണ്ടാവാം. വിശപ്പടക്കാൻ ഒരു മനുഷ്യൻ തിന്ന ഭക്ഷണം. ബാക്കി ശ്രദ്ധിക്കണേ. ഔ ജുഹറുൻ, അല്ലെങ്കിൽ ഹുജുറുൻ. ഹുജുർ എന്ന് പറഞ്ഞാൽ, ഇത് രണ്ട് കിതാബിൽ ഞാൻ നോക്കുമ്പോ രണ്ടും കണ്ടു. ഒന്ന് ജുഹർ, ജുഹർ പറഞ്ഞാൽ ചെറിയ റൂമിനാണ് വരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമുകളെ പറഞ്ഞല്ലോ, ഹുജറാൻ, ഹുജറാത്ത് എന്ന് പറഞ്ഞു. ഹുജറാത്ത്, ഹുജുർ എന്ന് പറഞ്ഞാൽ റൂം, ചെറിയ റൂം എന്നാണ്. മറ്റ് വേറെ കിതാബിൽ എന്താ ഉള്ളത്? ജുഹർ, ജുഹർ എന്ന് പറഞ്ഞാൽ മാളം. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മറത്തൈൻ, ഒരു മുഅ്മിനെ 2 തവണ ഒരു മാളത്തിൽ നിന്ന് കടിയേക്കൂല, ഒരു മുഅ്മിനെ 2 തവണ ഒരേ മാളത്തിൽ നിന്ന് കടിയേക്കൂല എന്നുള്ള ഹദീസിൽ കാണാം. ജുഹർ
അപ്പൊ ഒരാളുടെ ഒരു മാളം, ആ പ്രയോഗം നോക്കി, തദഖല ഫീഹി മിനൽ ഹുർരി വൽ ഖുർ, അയാള് വെയിലും തണുപ്പൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു, ആ മാളത്തിൽ കയറി താമസിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അയാളുടെ വീട് എന്നാണ് ഉദ്ദേശം. അതുപോലെ വയറ് നിറക്കാൻ, വിശപ്പടക്കാൻ തിന്ന ഭക്ഷണം, അതുപോലെ ഔറത്ത് മറക്കാൻ ഉപയോഗിച്ച ആ കഷ്ണം തുണി, അതും ഒഴികെ ബാക്കി ഈ 3 ഒഴികെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. എന്ത് ശുക്ർ കാണിച്ചു എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. ഇത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് അൻ അബി ഹുറൈറ ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ നസലത് ഹാദിഹിൽ ആയ ثم لتسألن يومئذ عن النعيم, നിങ്ങൾ അന്നേ ദിവസം നിഅമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാലന്നാസ്, പട്ടിണിപ്പാവങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഇടയ്ക്കിടെ ശത്രുക്കളുമായി ഒട്ടിയ വയറുമായി യുദ്ധം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻ അയ്യിൻ നഈമി നുസ്അൽ, ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നബിയെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക? ഫഇന്നമാ ഹുമൽ അസ്വദാൻ, ഇതാ ഈ 2 അസ്വദ് മാത്രമല്ലേ നമ്മൾത്തുള്ളൂ. 2 അസ്വദ് എന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? ഈത്തപ്പഴവും വെള്ളവും. അതിനെന്ത് പറയാറുണ്ട്? അസ്വദാൻ, 2 കറുത്ത സാധനങ്ങൾ. ഈത്തപ്പഴം കറുത്തതാണ്, വെള്ളം അത് ഏതിലാണ് ഒഴിക്കുന്നത് അതിന്റെ നിറത്തിലാണ് അല്ലെ. പക്ഷെ 2 ഒന്ന് പറയാം, അത് അറബിയിലെ ഒരു ശൈലിയാണത്. സനാഇയാത്ത് എന്നാണ് അതിന് പറയാം. ഒരേപോലത്തുള്ള 2 എന്തെങ്കിലും എന്ത് പറയും, അതിൽ ഒന്നിന്റെ പേര് ഉപയോഗിച്ച് 2 പറയും. ഉദാഹരണത്തിന് ഖമറാൻ എന്ന് പറയും, പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സൂര്യനും ചന്ദ്രനും. പക്ഷെ പറയുന്നത് എന്താണ്? ഖമറാൻ എന്ന് പറയാറുണ്ട്. ഉമറാൻ എന്ന് പറയും. ആരൊക്കെ കുറിച്ചായിരിക്കും? അബൂബക്കർ, ഉമർ. അബൂബക്കറിനെ ഉമറിനാണ്, പക്ഷെ എന്ത് പറയും? ഉമറാൻ. അത് അറബിയിലെ ഒരു ശൈലിയാണ്. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒന്നിനെ ഉപയോഗിച്ച് 2 പറയുക. അത് അങ്ങനെ അറിയപ്പെട്ട ശൈലിയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ പുതിയുണ്ടാക്കിയാലും ആളുകൾക്ക് മനസ്സിലാവില്ല. സഹാബത്ത് ചോദിക്കാണ്, നബിയെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കപ്പെടുക? ഈ അസ്വദാനെ പറ്റിയോ? ഇതല്ലേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഈത്തപ്പഴും വെള്ളമല്ലാതെ വേറെ എന്താ ഉള്ളത്? വൽ അദു ഹാദിറുൻ, ഇതാ ശത്രു നമ്മുടെ മുന്നിലുമുണ്ട്. വസുയൂഫുന അല അവാതിഖിന, വാളുകൾ നമ്മുടെ പിരടിയിലുമുണ്ട്. നമ്മുടെ വാളുകൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ശത്രുവിന്റെ ചതിയും അവന്റെ യുദ്ധവും നേരിടേണ്ടി വരുന്ന ഈ ഈത്തപ്പഴവും വെള്ളവും മാത്രം കഴിക്കുന്ന നമ്മൾ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നബിയെ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരിക? ഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദാലിക സയകൂൻ, അതേ അത് നടക്കും. ഇതാരോടാ പറയുന്നത്? പാവങ്ങളായ സഹാബത്തിനോടാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ എത്ര അള്ളാഹുവിന് ശുക്ർ കാണിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുക്കുള്ള ഏറ്റവും വലിയ ശുക്ർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ അനുഗ്രഹം തിരിച്ചറിയുക. എനിക്ക് കുറെ നിയമത്ത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാണെങ്കിൽ താഴേക്കടയിലേക്ക് നോക്കണം. നമുക്കില്ലാത്ത അനുഗ്രഹങ്ങളുള്ള, നമ്മളെക്കാൾ അള്ളാഹു അനുഗ്രഹം ചെയ്ത, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ചെയ്ത ആളിലേക്ക് നോക്കരുത്. നിനക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂല, നീ നന്ദി കെട്ടവനായി മാറും, നന്ദി കെട്ടവനായി പോവും. അങ്ങനെയുള്ളവരെല്ലാം നോക്കിയാൽ താഴെ നോക്കുക, എന്നാലേ അനുഗ്രഹം തിരിച്ചറിയാൻ കഴിയും. തിരിച്ചറിഞ്ഞ് പറയുക അൽഹംദുലില്ലാഹ്, അത് വലിയ ശുക്റാണ്. അതുപോലെ ആ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. അള്ളാഹു തന്ന അനുഗ്രഹം അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യത്തിലല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. നിന്റെ കണ്ണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാതെ അല്ലാത്തത് നീ കാണാൻ പാടില്ല. അള്ളാഹ് ഹറാമാക്കിയത് കാണാൻ പാടില്ല, അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല. കാത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്, അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ മോശമായ വാക്കുകൾ, സംഗീതം, അള്ളാഹു ഹറാമാക്കിയതൊന്നും നീ കേൾക്കാൻ പാടില്ല. നാവ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എല്ലാം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇത് നോക്ക്, വേറൊന്ന് വേഗം വായിച്ചു പോകാം. ഇമാം തിർമിദി റിവായത്ത് ചെയ്തതാണ്, ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ്, ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ച വേറൊന്നാണ്, അൻ അമ്മിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലൈഹിം വഅല റഅസിഹി അസറു ഗുസ്ലിൻ വഹുവ തയ്യിബുൻ നഫ്സ് ഫളലന്ന അന്നഹു അലമ്മ ബിഅഹ്ലിഹി. സഹാബത്ത് പറയാണ്, ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചിങ്ങനെ വന്നു, തലയിൽ വെള്ളം ഉണ്ടായിരുന്നു, നല്ല നബി കാണുമ്പോൾ തന്നെ നല്ല റാഹത്തുള്ളതുപോലെ സന്തോഷമുള്ളതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് നറാക തയ്യിബൻ നഫ്സ്, നിങ്ങളെ നല്ല തൃപ്തിയുള്ള സന്തോഷമുള്ളതുപോലെയാണല്ലോ നമ്മൾ കാണുന്നത്, എങ്ങനെയാണോ? ഖാല അജൽ വൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ അൽഹംദുലില്ലാഹ്,
സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. പിന്നെ ആ സദസ്സിൽ വെച്ച് ചില ആളുകളൊക്കെ ഘിനയെ കുറിച്ച് സംസാരിച്ചു. ഐശ്വര്യം, സമ്പന്നത, അതിനൊക്കെയാണ് ഘിന എന്ന് പറയുക. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ലാ ബഅസ ബിൽ ഘിന, സമ്പത്ത് ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഐശ്വര്യം ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ലിമനിത്തഖാ, ആർക്ക്? അല്ലാഹുവിനെ സൂക്ഷിച്ചവന്, തഖ്വയുള്ളവന്. വസ്സിഹ്ഹതു ലിമനിത്തഖാ ഖൈറും മിനൽ ഘിന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവന് സമ്പത്തിനേക്കാളും നല്ലതാണ് ആരോഗ്യം. സമ്പത്തിനേക്കാളും വലുതാണ്, വലിയ അനുഗ്രഹമാണ്. യഖീൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ. വതീബുൻ നഫ്സി മിനൻ നിഅം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ, തീബുൻ നഫ്സ്, നിങ്ങൾ നല്ല റാഹത്തുള്ള സന്തോഷമുള്ളതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, അതും എന്തിൽപ്പെട്ടതാണ്? അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആലോചിച്ച് നോക്കുക, ചില ദിവസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ശരീരത്തിൽ രോഗമൊന്നുമില്ല, എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നുമില്ല. അൽഹംദുലില്ലാ. ചിലപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും. അപ്പൊ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക, അള്ളാഹുവിനോട് അള്ളാഹുവേ ഈ നിഅമത്തുകൾ നീങ്ങിപ്പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അത് നല്ല കാര്യത്തിൽ ഉപയോഗിക്കുക, നിസ്കരിക്കുക, അള്ളാഹു ഇസ്തിഗ്ഫാർ നടത്തുക, സദഖ ചെയ്യുക. അള്ളാഹു ശദാഇദിൽ നമ്മളെ സഹായിക്കും. ആർക്കെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുമ്പോൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ? സന്തോഷമുള്ള സമയത്ത് കൂടുതൽ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ചെയ്ത അനുഗ്രഹങ്ങൾ ചോദിക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കാതും അതുപോലെ കണ്ണും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമത്തി യഅനി അൽ അബ്ദ മിനൻ നഈം അൻ യുഖാല ലഹു അലം നുസിഹ ലക ജിസ്മക വനുർവിയക മിനൽ മാഇൽ ബാരിദ്. ഒരു മനുഷ്യൻ അല്ലാഹു അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ, നിഅമത്തുകളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തേതാണ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തേതാണ്. എന്ന് പറഞ്ഞാൽ നിഅമത്തുകളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? ചോദിക്കപ്പെടും ഇങ്ങനെ, അലം നുസിഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം തന്നിട്ടില്ലേ? വനുർവിയക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ തന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിനെന്ത് ശുക്ർ കാണിച്ചു എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ ആ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ വീട്ടിൽ പോയാൽ തന്നെ അതാണോ അതല്ല ഇത് വേറെ സംഭവമാണോ എന്ന് ഇഖ്തിലാഫ് ഉണ്ട്. അല്ലാഹു ആലം. എന്താണ് മുസ്ലിമിലുള്ളതാണ്, നിങ്ങൾ കേട്ടിരിക്കും. അത് അബൂ ഹുറൈറ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി പുറത്തിറങ്ങി. അബൂബക്കറിനെ കണ്ടു. എന്താ പുറത്തിറങ്ങിയത്? വിശന്നിട്ടാണ്. ഉമറിനെ എന്താ പുറത്തിറങ്ങിയത്? വിശന്നിട്ടാണ്. എന്നിട്ട് മൂന്ന് പേരും കൂടി അബുൽ ഹൈസം എന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോയി. ഇതുപോലെ ബുസുർ കൊണ്ടു കൊടുത്തു, അതുപോലെ അറുത്തു കൊടുത്തു. നബി പറഞ്ഞു പാലുള്ളതിന് അറക്കണ്ടെന്ന് പറഞ്ഞു, അറുത്തു കൊടുത്തു. എന്നിട്ട് ഇവർ ഭക്ഷണം കഴിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, ഇവരങ്ങനെ വെള്ളം കുടിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദാ അൻ-നഈം യൗമൽ ഖിയാമ, അല്ലാഹുവാണ് സത്യം, ഈ നഈമിനെ കുറിച്ച് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ', റസൂൽ പറയുകയാണ്, നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്തിറക്കിയത് വിശപ്പാണ്, വിശപ്പുകൊണ്ട് പുറത്തിറങ്ങിയ ആളുകളാണ് നിങ്ങൾ. ثم لم ترجعوا حتى أصابكم هذا النعيم, എന്നിട്ടിതാ ഈ അനുഗ്രഹം കിട്ടിയിട്ടല്ല നിങ്ങൾ തിരിച്ചു പോകുന്നില്ലല്ലോ, ഇത്രയും നല്ല വയറ് നിറച്ചിട്ടല്ലേ നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോടും അബൂബക്കറിനോടുമാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിയ, അവരുടെ ശുക്രിന്റെ ഒരംശം പോലും കാണിക്കാത്ത നമ്മൾ എത്ര പേടിക്കണം. അള്ളാഹുവിനോട് നിരന്തരം ശുക്ർ കാണിക്കുക, അൽഹംദുലില്ലാഹ് പറയുക. അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, റസൂലുള്ളാഹി പറഞ്ഞു, അൽഹംദുലില്ലാഹ് എന്ത് ചെയ്യും? തുലാസ് നിറക്കും. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈന അസ്സമാഇ വൽ അർദ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിനും ഭൂമിയിലും ഇടയിലുള്ളത് നിറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
لأن أقول سبحان الله والحمد لله ولا إله إلا الله والله أكبر أحب إلي مما طلعت عليه الشمس. سبحان الله الحمد لله لا إله إلا الله الله أكبر എന്നത് സൂര്യൻ ഉദിക്കുന്ന എല്ലാത്തിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹുവിനോട് നന്നായി ശുക്ർ കാണിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.